ऑपोजिशन पूरी ऑपोजिशन। നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നത്തെ പ്രത്യേകത ശക്തമായ മഴയാണ്. എല്ലാ ജില്ലകളിലും മഴ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായ മഴയും കാറ്റും സംസ്ഥാനത്തുടനീളമുണ്ട്. റോഡുകളിൽ മഴങ്ങൾ കടപുഴി വീഴുന്ന പശ്ചാത്തലമുണ്ട്. വാഹന ഗതാഗതമൊക്കെ പല സ്ഥലങ്ങളും തടസ്സപ്പെടുന്നുണ്ട്. തലസ്ഥാന നഗരത്തിലും വലിയ മഴ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ മഴയായിരുന്നു സിറ്റിയിലും മറ്റ് ഗ്രാമപ്രദേശങ്ങളിലും മറ്റും എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. കോട്ടയം ജില്ലയിൽ മാത്രം ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. കാരണം കോട്ടയത്ത് ശക്തമായ കാറ്റും മഴയും രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് മറ്റു ജില്ലകളിലെ വിവരങ്ങളിലേക്ക് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. തൽക്കാലം കോട്ടയത്ത് കുട്ടികൾ സ്കൂളിൽ പോകേണ്ട എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്ക് മഴയുടെ വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണം. കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കനത്ത മഴയും കാറ്റുമാണ് കാരണം. അംഗൻവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിൽ ജി ശ്രീജിത്ത് ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത്, അവധി തന്നെയാണ് കോട്ടയത്തെ പ്രധാന കാര്യം. കാരണം കോട്ടയത്ത് ഇന്നലെയും മഴയുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രാത്രിയും അതിശക്തമായ മഴയായിരുന്നോ? അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ മാത്രമല്ല, മിനിഞ്ഞാന്ന് മുതൽ തന്നെ സമാനമായ സാഹചര്യമാണ് ഉള്ളത്. നദികളിൽ ജലനിരപ്പ് ഉയർന്നു വരുന്ന സാഹചര്യം പലയിടത്തുമുണ്ട്. അപ്രതീക്ഷിതമായ അതിശക്തമായ മഴ വരുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് സ്കൂളുകൾ അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാൻ ജില്ലാ കളക്ടർ ഇന്ന് രാവിലെയാണ് തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിറക്കിയത് രാവിലെയാണ്. ഏതാണ്ട് 6:15 കൂടിയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവും വാർത്താക്കുറിപ്പും ഒക്കെ വരുന്നത്. എന്തായാലും ഇതാണ് സാഹചര്യം. നിലവിൽ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നതായോ മറ്റ് വിവരങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മഴയിൽ പലയിടത്തും അതിശക്തമായ കാറ്റുണ്ടാകുന്നു, മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇടുക്കിയിലും സമാനമായ സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ കൂടിയുള്ള ഒരു മുൻകരുതൽ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രഞ്ജിത്ത്, ഈ മറ്റ് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ? നദികളും ഈ സാധാരണ കോട്ടയത്ത് പല ആറുകളും മറ്റും കരകവിഞ്ഞൊഴുകാറും മറ്റുമുണ്ടോ? അങ്ങനത്തെ സാഹചര്യം വല്ലതും ഉണ്ടോ? മറ്റെന്തെങ്കിലും ജാഗ്രത കോട്ടയത്ത് നിവാസികൾക്കായി ജില്ലാ ഭരണകൂടമോ മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ശ്രീജിത്ത്, നിലവിൽ അത്തരം വിവരങ്ങളില്ല. നദികളിലെ ജലനിരപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോഴും എവിടെയും മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും വെള്ളം എത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആകെ ഉള്ളത് കോടൂരാറ്റിൽ മാത്രമാണ്. അതായത് മണിമലയിൽ ഈ മീനച്ചിലാറിന്റെ ഒരു കൈവഴിയാണ്, വളരെ ചെറിയൊരു തോടാണ്. അവിടെ കോടിമത ഭാഗത്തോ അല്പം മുന്നറിയിപ്പ് നിലയിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴ ഇവിടെ തുടരുന്നുണ്ട്. അതല്ലാതെ നദിയിൽ നിന്ന് വന്ന അതിശക്തമായ വെള്ളം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. ഈ മഴ തുടരുന്നത് മൂലം പ്രാദേശികമായി പലയിടത്തും തോടുകളിൽ നിന്ന് വെള്ളം കയറുന്ന നിലയിലൊരു വെള്ളപ്പൊക്കമൊക്കെ പലപ്പോഴും പലയിടങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ആ നിലയിൽ തോട്ടിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട നദികളിൽ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ഒന്നും തന്നെ ഈ മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും ജലനിരപ്പ് എത്തിയിട്ടില്ല. പക്ഷെ അതിനുള്ള സാധ്യതകളുണ്ട്. അതിനപ്പുറത്തേക്ക് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ ഈ കാറ്റും മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യവും ഒക്കെയുണ്ട്. അതാണ് കൂടുതൽ ഭീതിപ്പെടുത്തുന്നത്. അതുകൊണ്ടൊക്കെ കൂടിയാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. കോട്ടയത്ത് പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള, അതായത് അംഗൻവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത കാറ്റും മഴയുമുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി കോട്ടയത്ത് ശക്തമായ മഴയുണ്ട് എന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. കാറ്റും കാര്യമായി തന്നെയുണ്ട്. നമുക്കറിയാം, കോട്ടയം വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം മഴക്കെടുതികളിലേക്ക് പോകുന്ന ഒരു ജില്ല കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത് കാണുന്നുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ മുൻകരുതൽ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ അവധിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റു ജില്ലകളിലും ശക്തമായ മഴയുണ്ട്. ആലപ്പുഴയിൽ മഴയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൊല്ലത്തും അതിശക്തമായ മഴയാണ്. ഇന്നലെയും ഇന്നും മറ്റുമായി വലിയ മഴ പെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും ശക്തമായ മഴയുണ്ട്. വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അത് അല്പസമയത്തിന് ലഭ്യമാകുമെന്ന് കരുതാം. സംസ്ഥാനത്ത് ഒട്ടാകെ ശക്തമായ മഴയുടെ മുന്നറിയിപ്പുണ്ട്. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. മണ്ണിടിച്ചിൽ സാഹചര്യം കണക്കിലെടുത്ത് മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഇതുവരെ നമുക്ക് ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അനുസരിച്ച് മൂന്നാറിൽ മാത്രമാണ്
ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ചില യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയെന്ന് മനസ്സിലാകുന്നു. മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അവധികൾ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. പ്രിൻസ് ജെയിംസ് ഉണ്ട്. പ്രിൻസ്, മൂന്നാറിലെ സാഹചര്യം ഈ മഴയുമായി ബന്ധപ്പെട്ട സങ്കീർണമാണ് എന്ന് മനസ്സിലാകുന്നു. ഇടുക്കിയിൽ ഒട്ടാകെ ശക്തമായ മഴയുണ്ടോ? കഴിഞ്ഞിട്ട് തീർച്ചയായും ഹൈറേഞ്ചിൽ പ്രത്യേകിച്ചും കനത്ത മഴ 2 ദിവസമായി പെയ്യുകയാണ്. ഇന്നും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മൂന്നാർ MG കോളനിയിൽ മണ്ണിടിച്ചിട്ടുണ്ടാകുകയും ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. ഈ കോളനി നിവാസികളായ ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ച് മൂന്നാർ CSI ദേവാലയത്തോട് ചേർന്നുള്ള ഹാളിൽ ഒരുക്കിയിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. അപ്പം ഇവിടെ ഗതാഗത നിർദ്ദേശവും ജാഗ്രതയും ഒക്കെ തുടരുകയാണ്. കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യം മൂന്നാറിലും സമീപ മേഖലകളിലും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ സാഹചര്യവും മരങ്ങൾ ഒടിഞ്ഞു വിടാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അപ്പം ഏറ്റവും അധികം ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ സംഭവിച്ചിട്ടുള്ള ഗ്യാപ്പ് റോഡിലെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പലതവണ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഗ്യാപ്പ് റോഡിലെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേവികുളം താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഹൈറേഞ്ചിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ തുടരുന്നു. അതുകൊണ്ട് തന്നെ മരങ്ങൾ ഒടിഞ്ഞു വീഴാനും മണ്ണിടിച്ചിൽ സാധ്യതയും ഒക്കെ നിലവിലുണ്ട്. കല്ലാർകുട്ടി പാമ്പള അണക്കെട്ടുകൾ തുറക്കും. ഈ 2 അണക്കെട്ടുകളിലും ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറുകിട അണക്കെട്ടുകളായ കല്ലാറ്, ഇരട്ടയാർ, പൊന്മുടി തുടങ്ങിയ അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുകയാണ്. നദികൾ നീരൊഴുക്ക് വർദ്ധിച്ചു. അപ്പോൾ ഇടുക്കിയും മുല്ലപ്പെരിയാറും അടക്കമുള്ള പ്രധാന അണക്കെട്ടുകളിലേക്കും നീരൊഴുക്ക് വർദ്ധിച്ചിട്ട് 3 ദിവസങ്ങളിലായി ശക്തമായ മഴയാണ് ഹൈറേഞ്ചിൽ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം. മറ്റെന്തെങ്കിലും മുന്നറിയിപ്പുകളുണ്ടോ അവിടെ? കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ കോട്ടയത്ത് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണല്ലോ ഇടുക്കി. ഈ ഇടുക്കിയിലെ സാഹചര്യം കൂടി പരിഗണിച്ചാണ് കോട്ടയത്ത് അവധി ഉണ്ടായിട്ടുള്ളത് എന്ന് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റെന്തെങ്കിലും ജാഗ്രതകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ പ്രിൻസ്? രഞ്ജിത്ത്, നിലവിൽ ദേവികുളം താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് താലൂക്കുകളെ കുറിച്ചുള്ള വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പം മറ്റ് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മണ്ണെടുപ്പ്, ഖനന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം നിരോധിച്ചിട്ടുണ്ട്. പുഴകളിലേക്കൊക്കെ ഔദ്യോഗികമായി ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. അപ്പം രാത്രികാല യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് രാത്രികാലങ്ങളാണ് ഈ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ മരങ്ങൾ ഒഴുകി വിടുന്ന തുടങ്ങിയ അപകടങ്ങളൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് കൂടുതലായി ഉണ്ടാകുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക, രാത്രികാല യാത്രകൾ ഒഴിവാക്കുക എന്ന നിർദ്ദേശങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഇന്നലെയും വിവിധ മേഖലകളിൽ മരങ്ങൾ ഒടിഞ്ഞു വീണിരുന്നു. പ്രത്യേകിച്ച് പൊളിമലാക്കി സമീപം, കുളമാവിന് സമീപമൊക്കെ മരങ്ങൾ ഒടിഞ്ഞു വീണ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം കണക്കിലെടുത്തുകൊണ്ടുള്ള യാത്ര നിരോധനങ്ങളും മുൻകരുതലുകളും ഒക്കെ സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. ഏതായാലും കോട്ടയത്തും ഇടുക്കിയിലും അതിശക്തമായ മഴയുണ്ട്. വടക്കൻ ജില്ലകളിൽ ചില സ്ഥലങ്ങളിൽ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ മൂന്നാർ കോളനിയിലെ കുടുംബങ്ങളെ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പഴയ മൂന്നാർ CSI പള്ളി ഹാളിലാണ് താൽക്കാലിക ക്യാമ്പ് തുറന്നിരിക്കുന്നത്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ CSI ഹാളിലെ ക്യാമ്പിലെത്തി ഈ ക്യാമ്പ് നിവാസികളുമായി സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം കുടുംബങ്ങളും ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരുമായും സബ് കളക്ടർ ചർച്ച നടത്തി. ഇങ്ങനെ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ സ്വീകരിച്ച സാഹചര്യം ചേർത്ത് വായിക്കണം. കാരണം ശക്തമായ ഒരു മഴക്കാലത്തിലേക്ക് കേരളം വീണ്ടും എത്തുന്നു എന്ന് വേണം. കാരണം വേനൽ മഴയിലായിരുന്നു അതിശക്തമായി കേരളത്തിൽ മഴ പെയ്തത്. നമുക്കറിയാം മെയ് മാസത്തിലൊക്കെ വേനൽ മഴ എന്ന് അതിനൊക്കെ അപ്പുറമുള്ള വലിയ മഴയ്ക്ക് സാഹചര്യം കേരളത്തിൽ ഉയർന്നിരുന്നു. അതിനുശേഷം ഈ ജൂൺ മാസത്തിൽ കാര്യമായ മഴ സംഭവിച്ചിരുന്നില്ല. തുടക്കത്തിൽ അല്പം മഴ പെയ്തുവെങ്കിൽ പോലും പിന്നീട് ഒരു വലിയ ഗ്യാപ്പ് ഈ മഴയിലുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴ ശക്തിപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ കൂടി കാണുന്നു എന്നത് ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. സ്കൂളുകൾ, കോളേജുകളൊക്കെ സജീവമായ സമയം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ജാഗ്രത വേണം, മുൻകരുതൽ വേണം. മഴക്കാല മുന്നൊരുക്കങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം കുറേയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പൂർത്തിയാകാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതുകൂടി ചേർത്ത് വെക്കുമ്പോൾ മഴയിൽ കനത്ത ജാഗ്രത പൊതുവെ ജനങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന മുന്നറിയിപ്പ്. കോതമംഗലത്ത് കനത്ത മഴയെ തുടർന്ന് കോതമംഗലം ഇലവും പറമ്പിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു.
സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് കല്ലും മണ്ണും ഇടിഞ്ഞു വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. കോതമംഗലത്ത് നിന്നും അഗ്നിരക്ഷാസേന എത്തി മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അങ്ങനെ കോതമംഗലം മേഖലയിലും മറ്റും, അങ്ങനെ ഈ മലയോര മേഖലയിൽ പല മേഖലകളിലും മണ്ണിടിച്ചിലും മറ്റും സംഭവിക്കുന്നുണ്ട്. ജാഗ്രത ഒട്ടും കൈവിടാതെ വേണം ജനം മുന്നോട്ടു പോകാൻ എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഭരണകൂടങ്ങൾ നൽകുന്നുണ്ട്. അതാണ് സംസ്ഥാനത്തെ മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം, ഏറ്റവും ഐതിഹാസികമായ ലോക്സഭാ ചരിത്രത്തിൽ ഒരു ദിനം കൂടിയാണ്. കാരണം വല്ലപ്പോഴുമൊക്കെയാണ്, ഏതാണ്ട് 3 തവണ മാത്രമാണ് സ്പീക്കറുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ സംഭവിച്ചിട്ടുള്ളത് ലോക്സഭയുടെ ചരിത്രത്തിൽ. 18ാം ലോക്സഭയുടെ സ്പീക്കറിൽ അത് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന ദിവസം കൂടിയാണ്. കഴിഞ്ഞ തവണത്തെ സ്പീക്കർ ഓം ബിർളയെ BJP സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരുപാട് സമവായ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് BJP നടത്തിയിരുന്നു. പ്രതിപക്ഷ കക്ഷികളുമായി പോലും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സമവായത്തിലെത്തിയില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. NDA സഖ്യകക്ഷികളും ഈ ഓം ബിർളയുടെ സ്ഥാനാർത്ഥം അംഗീകരിച്ചിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ തങ്ങളുമായി ചർച്ച ചെയ്യാതെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന് തൃണമൂൽ കോൺഗ്രസ് പരാതിപ്പെട്ടതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഒരു മത്സരത്തിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഓം ബിർള തന്നെ സ്പീക്കറായി തുടരും. കാരണം നമുക്കറിയാം NDA സഖ്യത്തിന് കാര്യമായ ഭൂരിപക്ഷമുണ്ട് ലോക്സഭയിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തെരഞ്ഞെടുക്കപ്പെടുമെങ്കിൽ പോലും ഒരു മത്സരത്തിന്റെ രീതി കൊണ്ടുവരുന്നത് പോലും നേട്ടമാണെന്ന് ഇന്ത്യ സഖ്യം കരുതുന്ന പശ്ചാത്തലം ഇതിനോടുകൂടി ചേർത്ത് വായിക്കേണ്ടി വരും. ER രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, മത്സരം അതിൻ്റെതായ രീതിയിൽ നടക്കുമെങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത ഇപ്പോഴും സ്വാഭാവികമായും കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ്. മറ്റെന്തെങ്കിലും ചില റിഫ്റ്റുകൾ ഇന്ത്യ മുന്നണിയിലുണ്ട് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മറ്റെന്തെങ്കിലും നിർണായകമായ സൂചനകളുണ്ടോ ഇന്നത്തെ കാര്യത്തിൽ? രഞ്ജിത്ത്, ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. NDA സ്ഥാനാർത്ഥി ഓം ബിർളയാണ്. ഇന്ത്യ സഖ്യത്തിനായി കൊടിക്കുന്നിൽ സുരേഷും മത്സരരംഗത്തിറങ്ങുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ സമവായത്തിലൂടെ സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് പ്രതിപക്ഷത്തിന് വേണമെന്ന ആവശ്യത്തിൽ ഇന്ത്യ സഖ്യം ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ സർക്കാർ ഇത്തരം ഒരു ഉറപ്പ് നൽകാൻ തയ്യാറായില്ല. സർക്കാർ പറഞ്ഞിരുന്ന വാദം ആദ്യം സ്പീക്കറെ തെരഞ്ഞെടുത്ത് കഴിയട്ടെ, അതിനുശേഷം ഡെപ്യൂട്ടി സ്പീക്കറെ പ്രഖ്യാപിക്കാമെന്നാണ്. ഇത് ഇന്ത്യ സഖ്യം അംഗീകരിക്കുകയും ചെയ്തില്ല. തുടർന്ന് ഏതാണ്ട് 11:50 കൊടിക്കുന്നിൽ സുരേഷ് ഇത്തരത്തിൽ പേര് നിർദ്ദേശിച്ചുള്ള പ്രമേയത്തിന് പ്രതിപക്ഷം ഏതായാലും നോട്ടീസ് നൽകിയത്. ഇതോടുകൂടിയാണ് ഇന്ത്യ സഖ്യത്തിന് ഒപ്പം തന്നെ NDA സഖ്യം തമ്മിലുള്ള മത്സരത്തിന് വഴിയൊരുങ്ങുന്നത്. ഏതായാലും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നിലവിലെ അംഗബലം അനുസരിച്ച് NDAക്ക് ഓം ബിർളയ്ക്ക് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കാരണം NDAക്ക് 293 അംഗങ്ങളുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 236 അംഗങ്ങളാണ് നിലവിലുള്ളത്. രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം മാറ്റി നിർത്തിയാൽ 542 MP നിലവിൽ ലോക്സഭയിലുണ്ട്. അങ്ങനെ വരുമ്പോൾ 271 വോട്ടുകൾ നേടാൻ കഴിഞ്ഞാൽ ഓം ബിർള തെരഞ്ഞെടുക്കപ്പെടും. അതുകൊണ്ട് തന്നെ NDA സ്ഥാനാർത്ഥിയായ ഓം ബിർള തന്നെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ചില സന്ദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായും ഇതിലൂടെ ഈ മത്സരത്തിലൂടെ ഇന്ത്യ സഖ്യം ലക്ഷ്യമിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 10 വർഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചുരുങ്ങിയ ചില അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രതിപക്ഷ നിരക്ക്. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടും ഏകപക്ഷീയമായ നിലപാടിലേക്ക് സർക്കാർ പോകുന്നു. അത്തരമൊരു സന്ദേശം കൊടുക്കുക ഇതിന് പിന്നിലുണ്ട്. രണ്ടാമതായി NDA സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോഴും BJP ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നു. അതായത് നേരത്തെ TDP അടക്കമുള്ള കക്ഷികൾ ഈ സ്പീക്കർ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചതാണ്. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. പകരം BJP നിർദ്ദേശിച്ച നേതാവ് തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നു. അങ്ങനെ ഘടകകക്ഷികളെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യം ഏതായാലും ഉണ്ട്. ഒപ്പം കാര്യങ്ങൾ പഴയതുപോലെ നടക്കില്ല എന്നൊരു സന്ദേശം സർക്കാർ നൽകുക, ആ ലക്ഷ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഏതായാലും ഇപ്പോൾ മത്സരത്തിലേക്ക് പോകുന്നത്. ഏതായാലും ആദ്യം, അതായത് 18ാം ലോക്സഭയിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ആദ്യ ഏറ്റുമുട്ടലിന് വഴിയൊരുങ്ങുകയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഏതായാലും 11 മണിക്ക് ഇന്ന് സഭ ചേരുമ്പോൾ ആദ്യ നടപടിക്രമവും ഇത് തന്നെയായിരിക്കും. ഏതായാലും ഒപ്പം ഇത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ നമുക്കറിയാം
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ആദ്യമായാണ് തരത്തിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് ഈ ഭരണഘടനാ വിദഗ്ധരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് ഇതിനു മുൻപ് നടന്നിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി മത്സര സ്വഭാവമുണ്ട്. മറ്റതൊക്കെ പ്രതീകാത്മകമായ മത്സരമായിരുന്നു. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി മത്സര സ്വഭാവമുണ്ട്. കാരണം രണ്ട് പ്രതിപക്ഷവും കരുത്തരാണ്. അത് കണക്കാക്കുന്നത് ഇത്തരൊരു മത്സരത്തിലൂടെ പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത് അവരെയോട് ഭരണപക്ഷം കാട്ടുന്ന അവഗണന അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ളതാണല്ലോ, ശക്തി തെളിയിക്കുക എന്നുള്ളതിനപ്പുറം. അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. അതായത് ഇതിൽ ഈ മത്സരത്തിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷം പറയുന്ന പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. കാരണം സർക്കാരിന് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. പക്ഷേ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ കഴിഞ്ഞ 10 വർഷം എങ്ങനെയാണോ ഭരിച്ചിരുന്നത് അത്തരം ഏകപക്ഷീയമായ നിലപാടുകൾ സർക്കാർ തുടരുന്നു എന്ന കാര്യം തന്നെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമായി അവർ പറയുന്നത് പ്രോട്ടം സ്പീക്കറാണ്. കാരണം കൊടിക്കുന്നിൽ സുരേഷാണ് ഏറ്റവും സീനിയറായ അംഗം. പക്ഷെ അദ്ദേഹത്തെ പ്രോട്ടം സ്പീക്കറാകാതെ 7 തവണ MP ആയ ഭർത്തൃഹരി മെഹ്താബിനെ പ്രോട്ടം സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. തുടർന്ന് ഡെപ്യൂട്ടി സ്പീക്കർ കീഴ്വഴക്കം അങ്ങനെയാണ്. വാജ്പേയി കാലത്തും ഒപ്പം തന്നെ UPA കാലത്തും ഒക്കെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറെ നൽകിയിരുന്നത് പ്രതിപക്ഷ നിരയിൽ നിന്നാണ്. ഇപ്പൊ UPA കാലം എടുക്കുകയാണെങ്കിൽ BJP നേതാവ് കരിയ മുണ്ടയായിരുന്നു ഇത്തരത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ. അതിനു മുൻപ് 1ാം UPA കാലത്ത് ശിരോമണി അകാലിദൾ നേതാവ് ചരൺജിത് സിംഗ് അത്വാൾ ആയിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ. NDA കാലത്തും വാജ്പേയിയുടെ കാലത്തും അങ്ങനെ ഒരു കീഴ്വഴക്കമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ കീഴ്വഴക്കങ്ങളൊക്കെ തന്നെ തെറ്റിക്കുന്ന നടപടി മോദി സർക്കാരിന്റെ കാലത്ത്, പ്രത്യേകിച്ച് 3ാം സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആകട്ടെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവി പോലും 5 വർഷം ഒഴിച്ചിട്ടു. അങ്ങനെ കീഴ്വഴക്കങ്ങളും എല്ലാം തെറ്റിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷം എങ്ങനെയാണോ ആ നിലയിൽ കാര്യങ്ങൾ പോകില്ല എന്ന് പറയാനുള്ള പ്രതിപക്ഷത്തിന് ഊർജ്ജം നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം സഭയിലെ അംഗബലം തന്നെയാണ്. കാരണം 236 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന അംഗബലത്തിലേക്ക് ഇന്ത്യ സഖ്യവും എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നു. തുടരുക മറ്റൊരു പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള അത് നമുക്ക് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു. രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവെന്ന് അറിയിച്ച് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി പ്രോട്ടേം സ്പീക്കർ കത്ത് നൽകി. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലാണ് തീരുമാനമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. റായ്ബറേലി MP ആയി രാഹുൽ ഗാന്ധി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇന്നു ചേർന്ന ഇന്ത്യ മുന്നണിയുടെ നേതൃയോഗമാണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത്. ഇക്കാര്യം പ്രോട്ടേം സ്പീക്കർക്ക് കത്ത് നൽകി രേഖാമൂലം തന്നെ കൈമാറിയിട്ടുമുണ്ട്. നാളെ ലോക്സഭയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം സ്പീക്കർ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ മുൻനിരയിൽ രാഹുൽ ഗാന്ധി തന്നെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഇത് സംബന്ധിച്ച പ്രമേയം നേരത്തെ തന്നെ പാസാക്കിയിരുന്നതാണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിൽ ഏറ്റവും കരുത്തനായ നേതാവായി തന്നെ വരികയാണ്. ഭാരത് ജോഡോ യാത്രയടക്കമുള്ള അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ കൂടിയുള്ള ഒരു അംഗീകാരമായി ഇത് മാറുന്നു എന്നതാണ് പ്രത്യേകതയുള്ള കാര്യം. കഴിഞ്ഞ NDA സർക്കാരിനെ അപേക്ഷിച്ച് ഇത്തവണ പ്രതിപക്ഷ നിര അതിശക്തമാണ് എന്ന് മാത്രമല്ല ഔദ്യോഗികമായി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷ നിരയിൽ കരുത്തു വന്നിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്ന നേരത്തെ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ട കാര്യം വ്യക്തമാക്കിയത് KC വേണുഗോപാലാണ്. സോണിയാഗാന്ധി കത്ത് നൽകിയ കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മുന്നണിയുടെ മറ്റു ഭാരവാഹികൾ ആരൊക്കെയാരും എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീട് കൈക്കൊള്ളും എന്നതാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ അടക്കം പിന്തുണ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പ്രത്യേക സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. ഈ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന സൂചനയും ഉണ്ടായിട്ടുണ്ട്. ഈ തരത്തിൽ ഇന്ത്യ മുന്നണി ശക്തമായ ഒരു നേതൃനിരയായി പ്രതിപക്ഷ നേതൃനിരയായി ലോക്സഭയിൽ അവർ കളത്തിലിറങ്ങാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി കൂടി നേതൃതലത്തിലേക്ക് എത്തിയതോടെ അതിശക്തമായ മുന്നേറ്റങ്ങളും രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഇടവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുമപ്പുറം രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ലഭിക്കുന്ന ഒരു വലിയ നേട്ടമായി കൂടി ഇത് മാറുകയാണ്. മുമ്പും തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം മാറുമ്പോൾ അതിനേക്കാൾ കരുത്തനായി മാറുന്നു എന്നതാണ് സാഹചര്യം. കാരണം ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ BJPക്കും നരേന്ദ്രമോദിക്കും ഒരു ബദലായി
വെക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ നേതൃനിരയിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ അതിന് രാഷ്ട്രീയ പശ്ചാത്തലം തന്നെ ഒന്ന് മാറുന്നു എന്നതാണ്. അതിനും അപ്പുറം മറ്റു ഘടകം കൂടിയുള്ളത്, ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ആവേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ടായില്ല. എല്ലാ കക്ഷികളും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ മുന്നണിയെ നയിക്കണം, ലോക്സഭയിൽ നയിക്കണം, പാർലമെന്റിൽ നയിക്കണം എന്ന കാര്യത്തിൽ ഏക അഭിപ്രായം രൂപപ്പെട്ടു എന്നതും പ്രസക്തമാണ്. രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നത് വലിയ തരത്തിലുള്ള ഊർജ്ജം കൈവരുമെന്നതിൽ തർക്കമില്ല. ഒരുപക്ഷെ വരുന്ന സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനായിരിക്കും ഇനി കളമൊരുക്കുക. മറ്റു വാർത്തയിലേക്ക് പോയാൽ മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കെജ്രിവാളിന് നിർണായകമായ ഒരു ദിവസമായി ഇന്ന് മാറുകയാണ്. ജാമ്യം അനുവദിച്ച ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. കേസിൽ ഇന്നലെ ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന് ജാമ്യം നൽകുന്നത് സ്റ്റേ ചെയ്തിരുന്നു. ജാമ്യത്തിന് താൽക്കാലിക സ്റ്റേ അനുവദിച്ചതിനെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വിമർശിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. സ്റ്റേ ഹർജികൾ ഉടൻ തന്നെ തീർപ്പാക്കുകയാണ് വേണ്ടതെന്നും അത് നീട്ടിവെക്കുന്നത് ശരിയല്ലെന്നുമായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത്. കേസിൽ ഇന്ന് സുപ്രീം കോടതി വാദം കേൾക്കും. ഇയാറുണ്ട്. ഇന്നലെ CBI അറസ്റ്റ് ചെയ്തിരുന്നു തിഹാർ ജയിലിലെത്തി കെജ്രിവാളിനെ. അതും കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് നമ്മൾ കരുതേണ്ടത്? സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം, വിമർശനമൊക്കെ എന്തെങ്കിലും തരത്തിൽ കെജ്രിവാളിന് സഹായകരമാകുമെന്ന് കരുതാമോ? രഞ്ജിത്ത്, ഇന്നലെയാണ് ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന് ജാമ്യം നിഷേധിച്ചത്. ഇതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തത്. അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല, അത്തരമൊരു സ്ഥിരീകരണം ഏതായാലും ഉണ്ടായിട്ടില്ല അറസ്റ്റ് നടപടിയിൽ. പക്ഷെ അത്തരമൊരു നീക്കം ഏതായാലും CBIയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായി ആം ആദ്മി പാർട്ടി നേതാക്കൾ ആരോപിക്കുന്നത് സുപ്രീം കോടതി ഇന്ന് ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് CBIയുടെ ഈ നടപടി എന്നുള്ളതാണ്. അതായത് CBI ഇത്തരമൊരു നീക്കം നടത്തിയത് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുമെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് എന്ന് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ ആരോപിക്കുകയും ചെയ്യുന്നു. അതായത് നേരത്തെ ഹൈക്കോടതിയാണ് വിചാരണ കോടതി നൽകിയ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ തൊട്ടു പിന്നാലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതി സമീപിച്ചപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ നടപടികളിൽ പിഴവുകളുണ്ട് എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഹൈക്കോടതി ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നു അനുസരിച്ച് അതിനുശേഷം ഒരു തീരുമാനമെടുക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് കെജ്രിവാളിന് നിർണായകമാണ് എന്ന് മാത്രമല്ല സുപ്രീം കോടതിയിൽ നിന്ന് ഹൈക്കോടതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായാൽ അത് അന്വേഷണ സംഘത്തിനടക്കം വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഏതായാലും ആം ആദ്മി പാർട്ടി ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് സുപ്രീം കോടതി ജാമ്യം നൽകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന വാദം ഏതായാലും ആം ആദ്മി പാർട്ടി നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ മദ്യനയ കേസിൽ കെജ്രിവാളിനെ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്ത് CBI ആയിരുന്നു, ED ആയിരുന്നില്ല. പക്ഷേ കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായത് ED കേസിലാണ്. ഇപ്പോൾ CBI കൂടി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം, അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഇന്നേതായാലും സുപ്രീം കോടതി എങ്ങനെയാണ് ഈ നിർണായകമാകുന്നത്? കാരണം EDയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തിഹാർ ജയിലിൽ ഉള്ളത് കെജ്രിവാൾ. ഇന്നലെയൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ച് CBI തിഹാർ ജയിലിലെത്തി അറസ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദ്യം ചെയ്തത് മാത്രമാണ്. അറസ്റ്റിലേക്ക് CBI കൂടി കടന്നാൽ ഉടൻ തന്നെ ജയിലിലെ പുറത്തേക്ക് വരിക, സ്വതന്ത്രനാകുക എന്ന കെജ്രിവാളിന്റെ ശ്രമത്തിന് വലിയ തിരിച്ചടിയാവില്ലേ അത്? അത് തന്നെയാണ് രഞ്ജിത്ത് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. അതായത് ED കേസിലാണ് നിലവിൽ കേജ്രിവാൾ തിഹാർ ജയിലിൽ കഴിയുന്നത്. പക്ഷേ സുപ്രീം കോടതി ഇന്ന് ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ പറയുന്നു. അതിനവർ കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം കേസിൽ വാദം നടക്കുമ്പോൾ കോടതി നടത്തിയ പരാമർശങ്ങളാണ്. അതായത് ജാമ്യം നിഷേധിച്ച അല്ലെങ്കിൽ കീഴ്ക്കോടതിയുടെ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്ത നടപടിക്കെതിരെ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കേജ്രിവാളിന് അനുകൂലമായൊരു നീക്കം അന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. പക്ഷേ ഹൈക്കോടതി അന്ന് വിധി പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ജാമ്യം കിട്ടാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ CBI കൂടി രംഗത്തിറക്കുന്നത്. അത് അന്വേഷണ ഏജൻസികളെ BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന വാദം ഏതായാലും ആം ആദ്മി പാർട്ടി ഉന്നയിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ CBI കൂടി രംഗത്തിറക്കിക്കൊണ്ട് കേജ്രിവാളിനെ തിഹാർ ജയിലിലെത്തി ചോദ്യം ചെയ്താക്കുന്ന അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടന്നത്. അങ്ങനെ ഏതായാലും ഇപ്പോൾ CBI കേജ്രിവാളിനെ അറസ്റ്റിനായുള്ള ഇപ്പോൾ നടപടിക്രമങ്ങൾ തുടങ്ങി എന്ന സൂചനകൾ ലഭിക്കുന്നത്. അറസ്റ്റ് ഉണ്ടായി എന്ന വാർത്തകൾ ഉണ്ടെങ്കിൽ പോലും അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഏതായാലും
CBIയും ആരംഭിച്ചിരിക്കുന്നത്. ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും കെജ്രിവാളിന് നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. സുപ്രീം കോടതി കെജ്രിവാളിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. ഒപ്പമാണ് CBIയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില നീക്കങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ കെജ്രിവാളിന് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. മറ്റൊരു ഈ മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയൊരു വാർത്ത, ദേവികുളം താലൂക്ക്, ഇടുക്കി ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര നിരോധിച്ചിരുന്നു. ഒപ്പം കനത്ത മണ്ണിടിച്ചിൽ ഈ മേഖലയിലുണ്ട്. ഇടുക്കി അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലമുണ്ട്. അവിടെ പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. മലയോര മേഖലകളിൽ, ഇടുക്കിയുടെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കോട്ടയം ജില്ല ഒട്ടാകെയും ദേവികുളം താലൂക്കിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത, സിം കാർഡുകളുടെ എണ്ണം നിയന്ത്രിക്കുന്ന പുതിയ ടെലികോം നയം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. 9 സിം കാർഡുകളിൽ കൂടുതൽ ഉപയോഗിച്ചാൽ 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ ലഭിച്ചേക്കാം. ആദ്യ ചട്ടലംഘനത്തിന് 50,000 രൂപയും ആവർത്തിക്കും തോറും 2 ലക്ഷം രൂപയും പിഴ ഈടാക്കും. അനുമതിയില്ലാതെ മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് സിം എടുത്താൽ 3 വർഷം തടവോ 50 ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടിയോ ആണ് ശിക്ഷ. നെടുമ്പാശ്ശേരി ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്താണ്. കാരണം ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നടക്കുകയാണ് നമ്മുടെ കേരളം കേന്ദ്രീകരിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. കൊച്ചി വിമാനത്താവളത്തിൽ പിടിയിലായ ടാൻസാനിയൻ സ്വദേശിനി വൈറോണിക്ക റിമാൻഡിലാണ്. അങ്കമാലി കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ഇന്നലെ വൈറോണിക്കയിൽ നിന്ന് കൊക്കൈൻ പൂർണ്ണമായും പുറത്തെടുത്തിരുന്നു. 2 കിലോ കൊക്കൈൻ ഗുളികകളാണ് ഇവരിൽ നിന്ന് മാത്രം കണ്ടെടുത്തത്. ആജ്ഞ വിവരങ്ങൾ നൽകും. ആജ്ഞ, ഈ 2 പേരാണ് അറസ്റ്റിലായത്. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലാണ് ഇവർ ഈ കൊക്കൈനൊക്കെ വിഴുങ്ങി അതിനുശേഷം അത് പുറത്തെടുക്കുന്ന സംവിധാനമൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ കസ്റ്റംസിൻ്റെയും മറ്റും? രഞ്ജിത്ത്, ഈ വെറോണിക്കയെ കഴിഞ്ഞ ഒരാഴ്ച ആശുപത്രിയിൽ തന്നെ ആയിരുന്നു. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാൽ മറ്റൊരു രോഗാവസ്ഥയിൽ കൂടി ആയിരുന്നതിനാൽ അത്ര പെട്ടെന്ന് വിഴുങ്ങിയ ഗുളികകൾ പുറത്തെടുക്കുക ഇതായിരുന്നില്ല, അത്ര സ്മൂത്ത് ആയിരുന്നില്ല. അത് ആ നടപടിക്രമങ്ങൾ മാത്രമല്ല, അതിന് അവർ മറ്റൊരു രോഗത്തിന് ചികിത്സയിലായിരുന്നാൽ വളരെ സാവകാശം മാത്രമേ മറ്റു പ്രൊസീജിയറിലേക്ക് കടക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചിരുന്നത്. എന്തായാലും DRIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഈ മെക്സിക്കൻ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ പിടികൂടിയത്. എത്യോപ്യൻ സ്വദേശികളായ ഒമരി ജാങ്കോയും വെറോണിക്കയും ആയിരുന്നു പിടിയിലായത്. അതേസമയം ഒമരി നേരത്തെ വിഴുങ്ങിയ 1 കിലോ 2 കിലോയോട് അടുപ്പിച്ചുള്ള ഈ കൊക്കൈൻ ഗുളികകൾ അത് വളരെ വേഗം പോലീസ് പുറത്തെടുത്തിരുന്നു. അദ്ദേഹം അറസ്റ്റിലുമാണ്, അദ്ദേഹം റിമാൻഡിലുമാണ്. ഇന്നലെയാണ് വെറോണിക്കയെ റിമാൻഡ് ചെയ്തത്. മാത്രമല്ല കസ്റ്റഡിയിലേക്ക് കിട്ടാനുള്ള അപേക്ഷ പോലീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 7 വർഷമായി നെടുമ്പാശ്ശേരി വഴി കേരളം വഴി അല്ലെങ്കിൽ കേരളത്തിന്റെ വിമാനത്താവളം വഴി കടത്തിയ കൊക്കൈൻ്റെ അളവ് ഏകദേശം 100 കോടിക്ക് മേലെയാണ് എന്നാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ 2022 ഡിസംബറിലാണ് ഏകദേശം 30 കോടി രൂപയോളം വില വരിക്കുന്ന കൊക്കൈനുമായി മറ്റൊരു എത്യോപ്യൻ സ്വദേശി പിടിയിലായിരുന്നത്. മാത്രമല്ല എത്യോപ്യയിൽ നിന്നും ഇതുപോലെ മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇത്തരത്തിൽ ലഹരി കടത്തുകയും അത് ഇന്ത്യയിലേക്ക് എത്തുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ ശേഷം, അല്ലെങ്കിൽ അത് അധികം ഒരു ചെക്കിംഗ് ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവിടെ എത്തുകയും ഇവിടെ നിന്ന് പിന്നെ മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ പോകുന്ന ആഭ്യന്തര ടിക്കറ്റുകളിൽ പോകുന്ന ഒരു പ്രവണതയായിരുന്നു കണ്ടുവരുന്നത്. 8 കേസുകളാണ് 7 വർഷത്തിനുള്ളിൽ ഈ കൊക്കൈൻ കേസിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും വെറോണിക്കയുടെ വയറ്റിൽ നിന്ന് ഗുളികകളെല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. സാവകാശം പഴവർഗ്ഗങ്ങൾ നൽകി വയറിളക്കിയാണ് അതിന്റെ പ്രൊസീജിയർ പൂർത്തിയാക്കിയത്. എന്തായാലും അവരെ കസ്റ്റഡിയിലേക്ക് കിട്ടാനുള്ള അപേക്ഷ പോലീസ് നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. മറ്റൊരു വാർത്ത, സംസ്ഥാനത്തെ രൂക്ഷമായ വിലക്കയറ്റമാകും ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുക. നിയമസഭാ സമ്മേളനം തുടരുകയാണ്. ഇന്നലെ TP ചന്ദ്രശേഖരൻ വിഷയമൊക്കെ അവിടെ ഉന്നയിക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും സഭ നേരത്തെ നിർത്തിവെച്ച്
നടപടിക്രമങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു സ്പീക്കർ ചെയ്തത്. മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ മറുപടി പറയാൻ തയ്യാറായില്ല. കെ രമയുടെ ചോദ്യങ്ങൾക്ക് വിലക്കയറ്റം ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമെന്നുള്ളതാണ്. സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായിരിക്കും വിഷയം സഭയിൽ കൊണ്ടുവരിക. സമ്മേളനം വെട്ടിച്ചുരുക്കാനുള്ള കാര്യോപദേശക സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. ഈ മാസം 11 വരെയാകും നിയമസഭാ സമ്മേളനം. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ആശങ്ക രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം ചട്ടം 130 പ്രകാരം എം വിജിൻ അവതരിപ്പിക്കും. ഇതിന്മേൽ 2 മണിക്കൂർ ചർച്ച നടക്കും. മറ്റു വാർത്തയിലേക്ക്. നിയമവിരുദ്ധ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇനി കോഴിക്കോട്ടെ കച്ചവട സ്ഥാപനങ്ങളിലും വ്യവസായശാലകളിലും ജോലി കിട്ടില്ല. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ആണ് അംഗസ്ഥാപനങ്ങളിൽ ലഹരി വിരുദ്ധ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. തൊഴിലാളികളിൽ നിരവധി പേർ ലഹരിക്കടിമയായി. പലരുടെയും കുടുംബ ബന്ധങ്ങൾ താറുമാറായി. ചിലരുടെ ജീവൻ തന്നെ നഷ്ടമായി. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി ഉപയോഗം കച്ചവടത്തിനും വ്യവസായത്തിനും ഭീഷണിയായതോടെയാണ് കടുത്ത നടപടികളുമായി കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തിയത്. ചേംബർ അംഗങ്ങൾക്കും ജോലിക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ലഹരി വിരുദ്ധ മാർഗരേഖയും സത്യവാങ്മൂലവും നിർബന്ധമാക്കും. ലഹരിയുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചാൽ കച്ചവടക്കാരുടെ അംഗത്വം റദ്ദാക്കാൻ തീരുമാനിച്ചതായും ചേംബർ ഭാരവാഹികൾ വ്യക്തമാക്കി. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഒരു ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്തിട്ടുണ്ട്, ആന്റി ഡ്രഗ് ടാസ്ക് ഫോഴ്സ്. ഉദ്ദേശം 850ഓളം മെമ്പേഴ്സാണ് നിലവിൽ ഞങ്ങൾക്കുള്ളത്. ഈ 850 മെമ്പേഴ്സിന്റെയും സ്ഥാപനങ്ങളിൽ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഒരു അണ്ടർടേക്കിംഗ് ലെറ്റർ എഴുതി വാങ്ങിക്കാൻ പോവാം. ലഹരിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ഈ സ്ഥാപനങ്ങൾ ബന്ധപ്പെടില്ല എന്നുള്ളതും അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരിൽ നിന്നും അണ്ടർടേക്കിംഗ് ലെറ്റർ എഴുതി വാങ്ങിക്കണമെന്ന് നിർബന്ധമാക്കാൻ പോവാണ്. ലഹരിയുമായി ബന്ധപ്പെട്ടാൽ ഭാവിയിൽ അവരുടെ ജോലി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്നൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു മൂവ്മെന്റ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അണ്ടർടേക്കിംഗ് ലെറ്റർ എഴുതി വാങ്ങി ഏതെങ്കിലും ഒരു സ്ഥാപനം ഈ ഒരു മൂവ്മെന്റുമായി സഹകരിക്കുന്നില്ലെങ്കിൽ അവരുടെ മെമ്പർഷിപ്പ് തന്നെ ക്യാൻസൽ ചെയ്ത് കളയാന്നുള്ള ഗൗരവകരമായ തീരുമാനത്തിലേക്കും ചേംബർ എത്തിയിട്ടുണ്ട്. ലഹരിക്കെതിരെ നിരന്തര പ്രവർത്തനങ്ങൾക്കായി ആന്റി ഡ്രഗ് ടാസ്ക് ഫോഴ്സും രൂപീകരിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ചികിത്സാ സൗകര്യം, വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളും ചേംബറിന്റെ നേതൃത്വത്തിൽ നടത്തും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവയും ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അണിനിരക്കുമെന്ന് ചേംബർ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. हमने सब के सब से बात की है. पूरे ऑपोजिशन ने कहा है कि हम स्पीकर को सपोर्ट करेंगे, मगर कन्वेंशन ये है कि डेप्यूटी स्पीकर ऑपोजिशन को मिलना चाहिए. राजनाथ सिंह जी ने कल शाम कहा था कि वो खारगे जी को कॉल रिटर्न करेंगे. अभी तक राजनाथ सिंह जी ने खारगे जी का कॉल रिटर्न नहीं किया. तो मोदी जी कह रहे हैं कंस्ट्रक्टिव कोऑपरेशन हो और फिर हमारे नेता को इंसल्ट करा जा रहा है. नियत साफ नहीं है. नरेंद्र मोदी जी कोई कंस्ट्रक्टिव कोऑपरेशन नहीं चाहते हैं, क्योंकि कन्वेंशन है कि डेप्यूटी स्पीकर ऑपोजिशन का होना चाहिए. और हमने कहा है, पूरे ऑपोजिशन ने कहा है कि अगर कन्वेंशन फॉलो किया जाएगा, पूरा देश जानता है कि प्रधानमंत्री के शब्दों का कोई मतलब नहीं. प्रधानमंत्री कहते हैं कोऑपरेशन होनी चाहिए, सबको मिलकर काम करना चाहिए. बाहर वो कहते हैं और अंदर कुछ और करते. और हमारे लीडर को कहा गया कि कॉल रिटर्न होगा. अभी तक कॉल रिटर्न नहीं हुआ है. ലോക്സഭാ സ്പീക്കർ പദവിയെക്കുറിച്ച് സർക്കാരുമായി പ്രതിപക്ഷം സംസാരിച്ചിരുന്നു. ഇതിലൊരു സമവായം ഉണ്ടാക്കുവാനുള്ള ശ്രമം സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ സമവായ നീക്കം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണം എന്നുള്ള ആവശ്യം, കീഴ്വഴക്കം അനുസരിച്ച് വേണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. പക്ഷേ ഈ ആവശ്യം BJP അംഗീകരിച്ചില്ല. അതുമാത്രമല്ല, വ്യവസ്ഥകളോട് കൂടിയ കാര്യങ്ങൾ പാലിക്കാൻ പറ്റുകയില്ല എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. സ്പീക്കർ എന്ന പദവി മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. പള്ളികളുടെ അവകാശ തർക്കവുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം നൽകിയ ഹർജിയാണ് പരിഗണിക്കുക. യാക്കോബായ വിഭാഗത്തിന്റെ കൈവശമുള്ള 9 പള്ളികൾ ഏറ്റെടുത്ത് കൈമാറാൻ കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും മഴുവന്നൂരിലും ഓടക്കാലിയിലും അടക്കം പ്രതിഷേധം തുടരുകയാണ്. വിവരങ്ങൾ നൽകും ആജ്ഞ. ഓർത്തഡോക്സ് യാക്കോബായ സർക്കാർ നമുക്കറിയാം ദീർഘകാലമായുള്ള ഒരു
പ്രശ്നമാണ്. സർക്കാർ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാര നടപടികൾ നിരവധിയായി ആലോചിച്ചിരുന്നു, പക്ഷേ എങ്ങും എത്തിയില്ല. ഇപ്പോൾ എന്താണ് ഈ വിഷയത്തിലുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രശ്നം? രഞ്ജിത്ത്, 2017 ആണ് 1934 മലങ്കര സഭയ്ക്ക് കീഴിലുള്ള എല്ലാ പള്ളികളും ഭരിക്കപ്പെടണമെന്ന നിയമം പാലിക്കണം, എല്ലാ പള്ളികളും പാലിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത്. അതേ തുടർന്ന് ഇങ്ങോട്ട് തന്നെ തർക്കമായിരുന്നു. യാക്കോബായ സഭയുടെ കീഴിലുള്ള കൈവശമുള്ള 9 പള്ളികളും പിടിച്ചെടുക്കണമെന്ന് തന്നെ ആയിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പിടിച്ചെടുക്കണമെന്ന് തന്നെ ആയിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം മഴുവന്നൂരും ഓടക്കാലി പള്ളിയിലും ഈ പോലീസ് എത്തിയതും. പക്ഷെ അതേ തുടർന്ന് വലിയ സംഘർഷമാണ് അവിടെ ഉണ്ടായത്. അതേ തുടർന്ന് പോലീസ് പിന്മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് വീണ്ടും ഓർത്തഡോക്സ് സഭ നൽകിയിട്ടുള്ള ഹർജി പരിഗണിക്കുകയാണ്. നേരത്തെ തന്നെ ഈ കേസിൽ വളരെ കാലമായി രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സമവായ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ പല സമയത്തും ഒന്നുകിൽ ഓർത്തഡോക്സ് വിഭാഗം മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ യാക്കോബായ സഭാ വിഭാഗം മാറി നിൽക്കുന്ന ഒരു പ്രവണതയായിരുന്നു കണ്ടുവന്നിരുന്നത്. ഇത്തരം കാര്യത്തിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ നിരവധി തവണ ഒരു തർക്ക പരിഹാര യോഗങ്ങൾ കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. എന്നിരുന്നാലും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഈ മഴുവന്നൂരിലെയും ഓടക്കാലിലെ പള്ളിയിൽ പോലീസ് എത്തിയതും പ്രശ്ന പരിഹാരത്തിനാണ്. പക്ഷേ അവിടുന്ന് സഭാവിശ്വാസികളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വലിയ പ്രതിഷേധത്തിന് പിന്നിൽ പോലീസ് അതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഓർത്തഡോക്സ് സഭ ഇത് യാക്കോബായ സഭയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. രഞ്ജിത്ത്, ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം നിയമപോരാട്ടത്തിലാണ് ഇപ്പോഴും. മറ്റൊരു വിഷയം, നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റമാകും നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കുക. സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായാകും വിഷയം സഭയിൽ കൊണ്ടുവരിക. അതേസമയം സഭാ നടപടികൾ വെട്ടിച്ചുരുക്കാനുള്ള കാര്യോപദേശക സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും. 11-ാം തീയതി വരെയാണ് സഭാ സമ്മേളനം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ്. വി അരുൺ ചേരുന്നു. അരുൺ, എന്താകും ഇന്ന് പ്രതിപക്ഷത്തിന്റെ നീക്കം? ഇന്നലെ ടി ചന്ദ്രശേഖരൻ വിഷയത്തിൽ പ്രതികൾക്കുള്ള ഇളവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഭരണപക്ഷം അനുവദിച്ചില്ല. സ്പീക്കർ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി. മറ്റെന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാതിരിക്കുക? രഞ്ജിത്ത്, വിലക്കയറ്റമാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി സഭ നിർത്തിവെക്കാനുള്ള നോട്ടീസായി ഇന്ന് പ്രതിപക്ഷം അവതരിപ്പിക്കുക. അനൂപ് ജേക്കബാണ് നോട്ടീസ് നൽകുന്നത്. സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം പല മേഖലകളിലുമുണ്ട്. ആ വിഷയമെന്ന് സഭയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഇന്ന് സഭയിൽ പ്രത്യേക ചർച്ച നടക്കും. 1 മണിക്കൂർ ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്. 2 മണിക്കൂർ ചർച്ചയാണ്. ചട്ടം 130 അനുസരിച്ച് 2 മണിക്കൂർ ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. വിജിനാണ് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് വലിയ ആശങ്കയാണ് രക്ഷാകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഈ വിഷയത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ചർച്ച ചെയ്യണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. പ്രതിപക്ഷവും അതിനോട് യോജിക്കും. ഒരു പ്രമേയം പാസ്സാക്കാനുള്ള സാധ്യതയും ഉണ്ട്. നിയമസഭ ഈ മാസം 24 വരെ ചേരാൻ നേരത്തെ തീരുമാനിച്ചത്. അത് 11-ലേക്ക് വെട്ടിച്ചുരുക്കുന്നു. ഇന്നലെ ചേർന്ന കാര്യോപദേശ സമിതി യോഗമാണ് ആ തീരുമാനമെടുത്തത്. അതിന്റെ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ വെക്കും. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് കാഞ്ഞിരമ്പുഴ മുണ്ടൻകുന്ന് പട്ടികവർഗ ഗ്രാമത്തിൽ 3 പേർ അടുത്ത ദിവസങ്ങളിൽ മരിക്കാനിടയായ സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി OR കേളു അടിയന്തര റിപ്പോർട്ട് തേടി. മഞ്ഞപ്പിത്തം തുടങ്ങിയ ജലജന്യ രോഗങ്ങളെ തുടർന്നാണ് മരണമെന്നാണ് സൂചനകൾ. പാലക്കാട് ജില്ലാ കളക്ടറോടും പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടറോടും സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചു. പട്ടികവർഗ ഗ്രാമത്തിലെ താമസക്കാർക്ക് ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ ലഭ്യമാക്കി നൽകാനും വകുപ്പ് അധികൃതർക്ക് മന്ത്രി OR കേളു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയെ തമിഴ്നാട് അതിർത്തിയിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് കന്യാകുമാരി SP-യുടെ നേതൃത്വത്തിൽ 8-അംഗ സംഘം ക്വാറി നടത്തിപ്പിന് ആവശ്യമായ വാഹനം വാങ്ങാൻ ചെന്നൈയിലേക്ക് പോയ ദീപുവിനെയാണ് കൊലപ്പെടുത്തിയത്. ദീപുവിന്റെ വാഹനത്തിൽ നിന്ന് ഒരാൾ ബാഗുമായി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നെയ്യാറ്റിൻകര സ്വദേശിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, 10 ലക്ഷം രൂപ ദീപുവിന്റെ കൈവശം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോകുമ്പോഴെന്നാണ് ഭാര്യയും മറ്റു ബന്ധുക്കളും ഒക്കെ പറഞ്ഞത്. ഒരു പ്രീ പ്ലാൻഡ് മർഡർ എന്ന രീതിയിലാണോ അതോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ സംശയിക്കുന്നുണ്ടോ?
കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം തന്നെയാണ് പോലീസ് കരുതുന്നത്. കാരണം ആ കൊല ചെയ്യപ്പെട്ട രീതി, കാറിൽ പിന്നിൽ നിന്ന് ആരോ കഴുത്ത് മുറിച്ച നിലയിലാണ് ദീപുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 10 ലക്ഷം രൂപയുമായി JCBയുടെ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സ്പെയർ പാർട്സ് വാങ്ങാൻ പോവുകയായിരുന്നു ദീപു. അത് അറിയാവുന്ന ആരോ ചെയ്തു എന്നാണ് ഇപ്പോൾ നിഗമനം. അതായത് എപ്പോഴും അദ്ദേഹത്തിനൊപ്പമുള്ള അതേ സ്ഥാപനങ്ങളുടെ സൂപ്പർവൈസറും സുഹൃത്തും അനിൽകുമാറാണ് സാധാരണ എപ്പോഴും കൂടെ പോകാറുള്ളത്. ഇന്ന് അദ്ദേഹം പോയില്ല. പകരം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു JCB ഡ്രൈവർ ഒപ്പം കയറുമെന്ന് ദീപു പറഞ്ഞിരുന്നു. അയാളെ ചുറ്റിപ്പറ്റിയാണ് പ്രധാനമായ അന്വേഷണം നടക്കുന്നത്. അയാളെ കണ്ടെത്താനായിട്ടില്ല. ഈ വാഹനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നതിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നിരുന്നു. മാത്രമല്ല നെടുമങ്ങാട്ടെ ഒരു വ്യാപാരിയുമായി ഈ സ്ക്രാപ്പ് ബിസിനസ്, ആക്രിക്കട, അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സും ദീപുവിനുണ്ടായിരുന്നു. അതിലൊരു തർക്കം ഒരാളുമായി, നെടുമങ്ങാട് സ്വദേശിയുമായി തർക്കം ഉണ്ടായിരുന്ന പരാതിയും പോലീസിന് ബന്ധുക്കൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു ഗുണ്ട 50 ലക്ഷം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി. അയാളാണോ ഇതിന് പിന്നെ സംശയവും കുടുംബാംഗങ്ങൾ കൊടുത്തും നിരവധി കാര്യങ്ങൾ പോലീസിന്റെ പരിഗണനയിലുണ്ട്. പ്രതികളിലേക്ക് പോലീസ് വൈകാതെ എത്തുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 1-2 പേർ കസ്റ്റഡിയിലുണ്ട്. വിവിൻ ഇദ്ദേഹത്തിന്റെ സുഹൃത്തും അതുപോലെ തന്നെ കച്ചവട പങ്കാളിയും ഒക്കെയാണ് തക്കരെയുള്ള വിവിൻ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ വിവിനും നേരത്തെയും ഇദ്ദേഹവുമായി നിരന്തരം ബന്ധം പുലർത്തുന്നതാണ്. അയാളുടെ കുടുംബാംഗങ്ങൾക്ക് സംശയമില്ല എന്ന് പറയുന്നത്. ഏതായാലും അങ്ങനെ രണ്ടുപേർ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി ദീപുവിന്റെ സംസ്കാരവും നടക്കും. ഇന്നലെ വൈകുന്നേരം വീട്ടിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭൗതിക ശരീരം എത്തിച്ചിരുന്നു. അതാണ് ഇന്നലെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. കളിയിക്കാവിള അതിർത്തിയിൽ, കേരള തമിഴ്നാട് അതിർത്തിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. കാറിനുള്ളിൽ ദീപുവിനെ കഴുത്തറത്ത് കൊന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 10 ലക്ഷം രൂപ ദീപുവിന്റെ പക്കൽ ആ സമയമുണ്ടായിരുന്നു. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പോലീസിനുള്ളത്. കന്യാകുമാരി പോലീസ് ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്. 8-അംഗ സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. VV അരുൺ വിവരങ്ങൾ പങ്കുവച്ചു. നായ പുല്ല് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്ന പഴഞ്ചൊല്ലു പോലെ ഇറിഗേഷൻ വകുപ്പിന്റെ വീഴ്ച കൊണ്ട് ദുരിതത്തിലായ ഒരു നാടുണ്ട് തൃശ്ശൂരിൽ. 11 വർഷമായി അറ്റകുറ്റപ്പണി ചെയ്യാത്തതിനാൽ തകർന്നു കിടക്കുകയാണ് ചിറക്കൽ കൊറ്റങ്കോട് ഇറിഗേഷൻ റോഡ് പുനർനിർമ്മിക്കാനോ PWDക്കോ പഞ്ചായത്തിനോ വിട്ടു നൽകാനോ ഇറിഗേഷൻ തയ്യാറുമല്ല. ഇതോടെ യാത്രാ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. തൃശൂർ ജില്ലയിലെ ഈ റോഡിലൂടെ ഒരിക്കൽ പോയവർ പിന്നീട് ഈ വഴി വരികയില്ല. ചിറക്കൽ സെന്റർ മുതൽ കൊറ്റങ്കോട് പാലം വരെ 2 കിലോമീറ്ററോളം ദൂരത്ത് കുഴികളൊഴിഞ്ഞ ഭാഗമില്ല ഈ റോഡിൽ. തിരക്കുള്ള ഈ റോഡിൽ അപകടങ്ങൾ പതിവാണ്. ആംബുലൻസ് ഉൾപ്പെടെ ചീറിപ്പായുന്ന റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്രവാഹന യാത്രികർക്കടക്കം നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഈ റോഡ് ഭയങ്കര ദുരിതരമായ കണ്ടീഷനിലാണ്. ഈ വളവും ബാക്കിൽ വെള്ളം കെട്ടിയിട്ട് ആൾക്കാർ എന്നും വീഴുന്നുണ്ട്. എസ്പെഷ്യലി ലേഡീസും കൊച്ചുങ്ങളും, സ്കൂളിൽ പോണ കൊച്ചുങ്ങൾ വീണിട്ട് ഞാൻ യൂണിഫോം ആകെ അഴുക്കായിട്ട് തിരിച്ചു പോണ കേസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നല്ല, ഇത് കൊല്ലങ്ങളായി കിടക്കണത്. കംപ്ലൈൻറ്റ് കുറേ പറഞ്ഞു, എന്നിട്ട് ഈ ബാധിക ഒരാളും വരില്ല അന്വേഷിച്ചോക്കാൻ. ഇത് ചെറുക്ക സെൻറ്റർ തൊട്ട് ആ പാലം വരെ അത് തന്നെയാണ്. ദുരിതമാണ്. ഇത്ര കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ദുരിതത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഗതാഗത യോഗ്യമായ റോഡിനായി നാളുകളായുള്ള ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പരിശ്രമത്തിന് ഇതുവരെ ഫലം കണ്ടിട്ടില്ല. റോഡ് പുനർനിർമ്മാണത്തിന് 68 ലക്ഷം രൂപ വകയിരുത്തിയെന്ന പ്രഖ്യാപനമല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. നാട്ടുകാർ ചേർന്ന് ഒപ്പിട്ട നിവേദനം നവകേരള സദസ്സിലും നൽകിയിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും പൊറുതിമുട്ടിക്കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ഈ 2 വീലർ വന്ന് വീണുള്ള അപകടങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ എല്ലാ ജനങ്ങളും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു സമരപരിപാടി കൂടെ തന്നെ ഇതിനു വേണ്ടിയുള്ള തുടക്കം കുറിക്കുകയാണ്. ജലസേചന വകുപ്പിന് കീഴിലുള്ള റോഡ് പൊതുമരാമത്ത് വിഭാഗത്തിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും ഇപ്പോഴത്തെ മന്ത്രി റോഷി അഗസ്റ്റിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. നിരന്തര സമരത്തെ തുടർന്ന് ഈയടുത്ത് കൊറ്റങ്കോട് റെഗുലേറ്റർ പാലത്തിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് ഇട്ടു. എന്നാൽ അതും തകർന്നു തുടങ്ങി. കുണ്ടും കുഴിയും ചാടിയുള്ള ദുരിതയാത്രയിൽ വലയുന്നത് 100 കണക്കിന് ആളുകളാണ്. ന്യൂസ് 18 തൃശൂർ. മറ്റു വാർത്തയിലേക്ക് പോയാൽ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ധനകാര്യ സ്ഥാപനമായ KSFE കഴിഞ്ഞ സാമ്പത്തിക വർഷം 74 കോടി 4 ലക്ഷം രൂപയുടെ ലാഭം നേടി. KSFEയുടെ ചരിത്രത്തിലെ മികച്ച പ്രകടനമാണിത്. 2022-23 ലാഭം 50 കോടി
18 ലക്ഷം രൂപയായിരുന്നു. കമ്പനിയുടെ നിഷ്ക്രിയ ആസ്തി 2.88% കുറഞ്ഞു. കമ്പനി വാർഷിക പൊതുയോഗത്തിൽ സംസ്ഥാന സർക്കാരിന് 36 കോടി രൂപ ലാഭവിഹിതം നൽകാനും തീരുമാനമുണ്ടായി. 7 പതിറ്റാണ്ടിനിടയിൽ KSFEയുടെ ഏറ്റവും മികച്ച വാർഷിക പ്രവർത്തന ഫലങ്ങളാണ് ഇത്. തൃശൂർ മുള്ളൂർക്കരയിൽ സ്ഫോടക വസ്തു കടിച്ച് കാട്ടുപന്നി ചത്തു. വാഴക്കോട് ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. കാട്ടുപന്നിയുടെ തല സ്ഫോടനത്തിൽ തകർന്ന നിലയിലാണ് കണ്ടെത്തിയത്. പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. മറ്റൊരു വാർത്ത അട്ടപ്പാടി കാരറ ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നാണ്. അവിടുത്തെ 2ാം ക്ലാസ്സുകാരി സുദീപയുടെ ഡയറി കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. മലയാളം മാതൃഭാഷയല്ലാതിരുന്നിട്ടും 6ാം വയസ്സിൽ സുദീപ ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് ജൈത്രയാത്ര തുടരുകയാണ്. സുദീപയ്ക്ക് അഭിനന്ദനവുമായി മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിന്ധു AV ഡയറി കുറിപ്പുകൾ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചതോടെയാണ് സുദീപ ശ്രദ്ധേയായത്. അട്ടപ്പാടി മലനിരകളുടെ സീമന്തപുത്രിയാണ് 6 വയസ്സുകാരി സുദീപ. മല്ലീശ്വരനെ കുലദൈവമായി കാണുന്ന മുടുക സമുദായത്തിലെ കൊച്ചുമിടുക്കി. കാരറയിലെ സുധീഷ് രാജിന്റെയും ദീപയുടെയും മൂത്ത മകൾ. 1ാം തരം എത്തുന്നതുവരെ മുടുക ഭാഷയിലായിരുന്നു ആശയവിനിമയം. സംസാരിച്ചു ശീലിച്ചത് മുടുക ഭാഷയെന്ന് ചുരുക്കം. എന്നിട്ടും 1 വർഷം കൊണ്ട് മലയാളാക്ഷരങ്ങൾ നുകർന്ന് അമ്മയുടെ സഹായത്തോടെ ഡയറി എഴുത്തിലേക്ക് പിച്ചവച്ചു. സുദീപ എഴുതും, അമ്മ ദീപ ചിത്രങ്ങൾ വരയ്ക്കും. എന്റെ പേര് സുദീപ, ഞാൻ പഠിക്കുന്ന 2ാം ക്ലാസ്. എന്റെ സ്കൂളിന്റെ പേര് GUP സ്കൂൾ കാരറ. എല്ലാവർക്കും നന്ദി. മന്ത്രി അപ്പൂപ്പന്റെ അഭിനന്ദനമെത്തിയതോടെ വൈറലായി. ഈ വർഷം ഏറ്റവും പ്രത്യേകത തോന്നിയത് സുദീപയുടെ ഡയറിയാണ്. അത് ടീച്ചറെ കാണിക്കുകയും ടീച്ചർക്ക് അത് കൂടുതൽ ചിത്രങ്ങൾ കണ്ട് കൂടുതൽ അത് ആ കുട്ടിയുടെ ഒരു ഭാവന കുട്ടിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും അതാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തത്. എന്തായാലും കുട്ടി നന്നായിട്ട് കഴിവുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ കൂടുതൽ സഹായിച്ചത് അമ്മയാണ്. കുട്ടിക്ക് അറിയാത്ത കാര്യങ്ങൾ അമ്മ സഹായിക്കുകയും കുട്ടി അത് കളർ കൊടുത്ത് നല്ല വ്യക്തമായിട്ട് അത് എഴുതി ക്ലാസ്സിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. നല്ലൊരു സംയുക്ത ഡയറിയായി സുദീപയ്ക്ക് സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് എല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. സുദീപയുടെ വടിവത്ത മലയാളത്തിന് മല്ലീശ്വരൻ മുടിയോളം തലയെടുപ്പുണ്ട്. 3 വയസ്സുകാരനായ സഹോദരൻ സുദീപിന്റെ കുസൃതിയും അച്ഛൻ കോയമ്പത്തൂരിലേക്ക് ജോലിക്ക് പോകുമ്പോഴുള്ള സങ്കടവും സ്കൂളിലെ അനുഭവങ്ങളുമെല്ലാം ഡയറി പേജുകളിലുണ്ട്. S വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. ബ്രിട്ടനിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൺസർവേറ്റീവ് പാർട്ടിക്ക് അനുകൂലമെന്ന് സൗത്ത് ഗേറ്റ് ആൻഡ് വുഡ് ഗ്രീൻ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന സ്ഥാനാർത്ഥി എറിക് സുകുമാരൻ. അഭിപ്രായ സർവേകളെ വിശ്വാസമില്ലെന്നും വർക്കല സ്വദേശി എറിക് ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇന്ത്യയിൽ മോദി വമ്പൻ വിജയം നേടുമെന്ന അഭിപ്രായ സർവേകളിൽ തെറ്റു സംഭവിച്ചതുപോലെ ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്കെതിരായ സർവേ ഫലങ്ങളെയും തള്ളിക്കളയുകയാണ് എറിക് സുകുമാരൻ. ഭരണത്തിലെ നേട്ടങ്ങളുമായാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കോവിഡിനെ അതിജീവിച്ച രാജ്യത്ത് പുരോഗതി വരുത്താൻ ഋഷി സുനകിനായി. ഋഷി സുനക് ജനപ്രിയനാണെന്നും അധികാര തുടർച്ചയുണ്ടാകുമെന്നും എറിക് സുകുമാരൻ ന്യൂസ് 18നോട് പറഞ്ഞു. On the conservative side, we have very clear commitments on the building out of our grid capacity, on terms of the manufacturing of, the production of energy at home. And on the Labour side, it just says we will set up Great British Energy, and that's very important. We don't really know what Great British Energy is. The Prime Minister says it's an energy company. The potential Prime Minister, Keir Starmer. The person who wants to be Deputy Prime Minister, Angela Rayner, says it's an investment vehicle. They don't know what it is. We don't know what it is. And they're asking us to trust them. So if you're looking for a serious program, like a party that actually takes governing seriously, and wants to demonstrate that they are a ready party of government, only the Conservative manifesto has the actual details to show that we can handle that kind of responsibility. The Labour manifesto has no plan. ബ്രിട്ടന്റെ ഭാവി മുന്നിൽ കണ്ടുള്ള ദിശാബോധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിയതെന്നും അതിന്റെ റിസൾട്ട് ജനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. Rishi Sunak saw that we had brought inflation under control, and that was a key promise
and that he wanted to show that on the basis of the fact that we are fulfilling our economic promises, that we should be re-elected. Beyond that, I wouldn't want to idly speculate on the Prime Minister's inner thoughts, because at the end of the day, it's only the Prime Minister who can call the election. He decided to call the election, and we're ready to fight it. ആറ്റിങ്ങൽ സ്വദേശി ജോണി അനിത സുകുമാരൻ ദമ്പതികളുടെ മകനാണ് എറിക്. ലോകബാങ്ക് കൺസൾട്ടന്റ് കൂടിയാണ് എറിക്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഹൗസ് ഓഫ് കോമൺസിലെത്തുന്ന ആദ്യ മലയാളി വംശജനായി ഇദ്ദേഹം മാറും. മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ലണ്ടൻ മേയറായിരുന്നപ്പോൾ 2012 അദ്ദേഹത്തിനൊപ്പവും ഈ 38-കാരൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 2020 ലോകകപ്പിലെ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ വിജയം ആഘോഷമാക്കി അഫ്ഗാൻ ജനത. ക്രിക്കറ്റ് ടീമിനെ സർക്കാർ അംഗീകരിക്കാത്തതിനാൽ ദേശീയ പതാകയ്ക്ക് പകരം മറ്റൊരു പതാകയാണ് ടീം ഉപയോഗിച്ചിരുന്നത്. വർണ്ണങ്ങൾ വാരി വിതറിയും പടക്കം പൊട്ടിച്ചുമാണ് ടീമിന്റെ വിജയം നാട്ടുകാർ ആഘോഷിക്കുന്നത്. ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് അഫ്ഗാനിസ്ഥാൻ ഇന്നലെ ലോകകപ്പ് സെമിയിലെത്തിയിരുന്നു. ഇടവേള. രാഷ്ട്രീയ പാർട്ടിയുടേതല്ല എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. അങ്ങനെ ഇവിടെ സമവായ നീക്കം പാളി. അങ്ങനെ ഓം ബിർളയ്ക്കെതിരെ കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഇനി ഇതിൽ നിന്നൊരു പിന്മാറ്റം പ്രതീക്ഷിക്കണോ? പിന്മാറ്റം ഇല്ല എങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് ഒരു മത്സരം വരുന്നത്. അതുണ്ടാകുവാനുള്ള സാധ്യതയാണോ ഇപ്പോൾ കാണുന്നത്? മഞ്ജുഷ്, ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ഈ മത്സരം ഒഴിവാക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നടന്നുവെന്ന് ശരിയാണ്. പക്ഷേ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. KC വേണുഗോപാൽ, TR ബാലു തുടങ്ങിയ നേതാക്കൾ രാജ്നാഥ് സിംഗുമായി ചർച്ച നടത്തി. രാജ്നാഥ് സിംഗിനെയാണ് പ്രതിപക്ഷവുമായുള്ള ചർച്ചയ്ക്ക് കേന്ദ്രം നിയോഗിച്ചിരുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നേതാക്കൾ, ഇന്ത്യ സഖ്യ നേതാക്കൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം NDA മുന്നോട്ട് വയ്ക്കുന്ന ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാം, പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് വേണം, അതാണ് കീഴ്വഴക്കം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പും രാജ്നാഥ് സിംഗ് നൽകിയില്ല. കാര്യം അറിയിക്കാമെന്ന പ്രതികരണമാണ് ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. തുടർന്ന് തീരുമാനം അറിയിക്കാത്തതിനെ തുടർന്നാണ് ഏതാണ്ട് 11:45 കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതോടുകൂടി ഓം ബിർളയും കൊടിക്കുന്നിൽ സുരേഷും തമ്മിലുള്ള മത്സരത്തിന് അരങ്ങൊരുങ്ങുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ JP നഡ്ഡ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം എത്തിയാണ് ഓം ബിർള പത്രിക സമർപ്പിച്ചത്. ഒപ്പം ഘടകകക്ഷി നേതാക്കളും കൂടെ ഉണ്ടായിരുന്നു. ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി മത്സരത്തിന് വഴിയൊരുങ്ങുന്നു. 17ാം ലോക്സഭയുടെ സ്പീക്കറായിരുന്ന ഓം ബിർളയെ BJP വീണ്ടും പരിഗണിച്ചപ്പോൾ കൊടിക്കുന്നിൽ സുരേഷാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. രണ്ടുപേരും നാമനിർദ്ദേശ പത്രിക നൽകി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാമെന്ന ഉറപ്പ് സർക്കാർ പാലിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരത്തിന് കളമൊരുങ്ങിയത്. നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു
മല്ലികാർജുൻ ഖാർഗെ രാജ്നാഥ് സിംഗുമായി സംസാരിച്ചിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണം എന്നുള്ള ആവശ്യമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. പക്ഷേ ഇതിന് രാജ്നാഥ് സിംഗ് തിരിച്ചു വിളിച്ചില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതോടെയാണ് 12 മണിക്കായിരുന്നു നോമിനേഷൻ കൊടുക്കുവാനുള്ള അവസാന സമയം. അവസാന നിമിഷത്തിന് തൊട്ട് മുൻപാണ് കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഇതേക്കുറിച്ച് പീയൂഷ് ഗോയൽ പ്രതികരിക്കുകയുണ്ടായി. പീയൂഷ് ഗോയലിന്റെ പ്രതികരണത്തിലേക്ക് ഒപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. सुबह भी माननीय खड़गे जी से माननीय राजनाथ सिंह जी ने चर्चा करनी चाहिए, पर वो किधर व्यस्त थे, तो उन्होंने कहा कि वेणुगोपाल जी आपको बात करेंगे. लेकिन जब बालू जी और वेणुगोपाल जी से बात हुई, उसमें जिस प्रकार से एक पुरानी मानसिकता है कि हम डिक्टेट करेंगे टर्म्स को, उस मानसिकता को फिर से दिखाया गया कि नहीं, शर्त है कि पहले लोकसभा का उपाध्यक्ष कौन होगा वो पहले तय करें, फिर अध्यक्ष के लिए समर्थन मिलेगा. इस प्रकार की राजनीति को हम की निंदा करते हैं और मुझे लगता है कि अच्छी परंपरा ये रहती कि लोकसभा निर्विरोध एक सर्वसम्मति से अध्यक्ष चुनता, तो लोकसभा की भी मर्यादा अच्छी रहती, सभी पक्ष का उसमें योगदान रहता, और स्पीकर वैसे भी किसी सत्तारूढ़ पार्टी या विपक्ष का नहीं होता है, वो पूरे सदन का होता है. वैसे ही उपाध्यक्ष भी कोई पार्टी या दल का नहीं होता, पूरे सदन का होता है. और इसलिए उसमें सदन की सहमति हो, ऐसे शर्तों के आधार पर कि किसी एक पर्टिकुलर व्यक्ति या पर्टिकुलर पक्ष का ही उपाध्यक्ष हो, वो തിരുവനന്തപുരം അമ്പലത്തറയിൽ പഴം പച്ചക്കറി ഹോൾസെയിൽ കടയിൽ മോഷണം. SN വെജിറ്റബിൾസ് എന്ന കടയിലാണ് മോഷണം നടന്നത്. 3,60,000 രൂപ നഷ്ടമായതായാണ് പരാതി. ആ മോഷണം നടന്ന കടയുടെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ കടയിൽ ഇന്ന് രാവിലെ കടയുടമ കട തുറക്കാനായി എത്തിയപ്പോഴാണ് ഇത്തരമൊരു മോഷണം നടന്ന സംഭവം അറിയുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് SN വെജിറ്റബിൾസ് എന്ന കടയിലാണ് 3,60,000 രൂപയാണ് നഷ്ടമായത് എന്നാണ് ലഭിക്കുന്ന വിവരം. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, CCTV ദൃശ്യങ്ങളിൽ കാണാം, ഈ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇയാളുടെ മുഖം മറച്ചിട്ടുണ്ട്. ഇയാൾ ഡോറുകൾ തുറക്കുന്നത്, ഈ മേശകൾ തുറക്കുന്നത് കാണാം. എന്താണ് വിവരങ്ങൾ, എന്താണ് ലഭിക്കുന്ന കാര്യങ്ങൾ? രഞ്ജിത്ത്, പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലമാണ് അമ്പലത്തറ. അത് പറയാൻ കാരണം, ഇന്നലെ പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു മോഷണം നടന്നിരുന്നു. പൂന്തുറ ദേവീക്ഷേത്രത്തിലെ ശാസ്താക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസമാണ് ഇവിടെ ഈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഇതൊരു SN വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഹോൾസെയിൽ സ്ഥാപനം കൂടിയാണ്, ഹോൾസെയിൽ റീറ്റെയിലും ഒക്കെയുള്ള സ്ഥാപനമാണ്. അവിടെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. 3,60,000 രൂപയാണ് മോഷണം പോയത്. ഇവിടെ പല സ്ഥലങ്ങളിലായി സൂക്ഷിക്കുന്ന ക്യാഷാണ് മോഷണം. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് ഒരു 15,000 രൂപ മോഷ്ടിച്ചു. അകത്ത് ഓഫീസിൽ നിന്നാണ് ബാക്കി തുക മോഷണം. നമുക്കിപ്പോ ഇതിന്റെ ഉടമ ശിവൻ ചേർന്നു. എങ്ങനെയാണത് ശ്രദ്ധയപ്പെട്ടത്? ഇന്നലെ രാത്രി വന്നിട്ട് ഒരു 1:15 മണിയായപ്പോഴേക്കും ആ ഗേറ്റ് തുറന്നാണ്, ആ ഗേറ്റ് അടിച്ചു പൊളിച്ചാണ് അകത്ത് കയറി എടുത്തേക്കുന്നത്. ആദ്യം നമ്മുടെ ആ കൗണ്ടറിനകത്താണ് കയറിയത്. ഞാനിരിക്കുന്ന ഓഫീസ് കൗണ്ടറിനകത്ത്. അതിനകത്തിന് ഏകദേശം ഒരു 3,40,000 രൂപയും ഈ കൗണ്ടറിൽ നിന്ന് ഏകദേശം ഒരു 15,000 രൂപയും, ഏകദേശം 3,60,000 രൂപയാണ്. രാത്രി എപ്പോഴാണ് കട അടച്ചിട്ട് പോയത്? രാത്രി 7:30ക്കാണ് കട അടച്ചിട്ട് പോകുന്നത്. 8 മണിയാവുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പോകാനായിട്ട്. താമസക്കാരൊക്കെ ഇല്ലേ? ജീവനക്കാർ 5 പേരുണ്ട്, മുകളിലുണ്ട്. പക്ഷെ അവര് ഈ 1:15 മണിയായതുകൊണ്ട് അവർ അത് അറിഞ്ഞില്ല. മഴയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് രാവിലെ 3 മണിക്ക് വണ്ടി വന്ന് ഇറങ്ങി. 1:15 മണിക്കാണോ? 1:15 മണിക്കാണ് വന്ന് തുറന്നെടുത്തേക്കുന്നത്. ഗേറ്റിന് ആദ്യം ഗേറ്റ് പൊളിച്ചു, രണ്ടാമത് വന്നിട്ട് ഓഫീസിലെ പൊളിച്ചു, ഓഫീസിന്റെ കതവ് പൊളിച്ചു.
ഈ ആളുടെ മുഖം ഏകദേശം മുഖം ഒരു ക്യാമറയിൽ ആ ക്യാഷ് കൗണ്ടറിലെ ക്യാമറയിൽ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. തിരിച്ചറിയാൻ പരിചയമുള്ള ആളോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല അറിയാൻ പറ്റുന്ന ആളല്ല. ഒരാൾ മാത്രമേ ഉള്ളൂ CCTV? രണ്ടുപേരുണ്ട്. ഒരാള് തലയിൽ ഇവിടെ നിന്ന് തന്നെ ചാക്കെടുത്തിട്ട് തലമൊഴി മൂടിക്കൊണ്ടിരിക്കുക. രണ്ടുപേരാണ് നമ്മൾ ക്യാമറയിൽ കണ്ടത്. ഉണ്ടെന്ന് സംശയം. കൂടുതൽ ആളുകൾ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ഇത് നേരത്തെ എങ്ങനെ ഏതെങ്കിലും മോഷണ സംഭവം നടന്നിട്ടുള്ള? ഇല്ല ഇവിടെ അങ്ങനെ മോഷണമൊന്നും നടന്നിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ക്യാഷ് അങ്ങനെ കുറച്ച് കാശ് വയ്ക്കാറുള്ളൂ. ഇന്നലെ വൈകുന്നേരം ഞാൻ വന്നില്ല. വൈകുന്നേരം ഞാൻ അത് ക്യാഷ് രാവിലെ ബാങ്കിൽ അടയ്ക്കാനുള്ള കാശ് ആ ഗേറ്റാണ്. ആ ഗേറ്റ് പൊളിച്ചാണ് വന്നതെന്ന് തോന്നുന്നു അല്ലേ? പൊളിച്ചാണ് വന്നത്. രഞ്ജിത, ഈ ഗേറ്റ് തുറന്ന് ഇവിടെ ഒരു പൂട്ട് പൊളിച്ചാണ് കള്ളന്മാർ അകത്തേക്ക് വന്നത്. രണ്ടുപേരുടെ ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. കൂടുതൽ പേർ ഉണ്ടാകാമെന്ന സംശയം ഇവർ പറയുന്നത്. പൂന്തുറ പോലീസ് ഇവിടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഭാഗം വഴിയാണ്, ഇവിടെ ഒരു ചതുപ്പൊക്കെയാണ് ഈ ഭാഗത്ത്. ഇവിടെയും CCTV ഉണ്ട്. ഇതുവഴിയാണ് കള്ളന്മാർ വന്നത് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഒരു ഇടവഴിയാണ്. ആളുണ്ടെന്നറിയാം. അവര് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അടിക്കാനായിട്ട് അവര് തന്നെ ഒരു പൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഇരുമ്പ് പൈപ്പ്. ഈ ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ടോ? ആ സൈഡ് ഇരിപ്പുണ്ട്. അതായത് ഈ ഇവർ ആയുധങ്ങൾ, അതായത് ഇരുമ്പ് പൈപ്പും ഒക്കെ കയ്യിൽ കരുതിയിരുന്നു. ഇവിടെ ജീവനക്കാർ ഉണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരാരെങ്കിലും വന്നാൽ നേരിടാൻ ഇത്തരത്തിൽ ഇവിടെ ഒരു ഇരുമ്പ് പൈപ്പും ഒക്കെ ഈ ഭാഗത്ത് ഇവർ വച്ചിട്ടുണ്ട്. ആ വഴിയെ വന്നു എന്ന സംശയമാണ് ഇപ്പോൾ ഇവർ പ്രകടിപ്പിക്കുന്നത്. ഈ ഭാഗത്ത് നടന്നു വന്ന് ഇതുവഴി വന്ന് പൂട്ട് പൊളിച്ചകത്തേക്ക് കയറുകയായിരുന്നു. ഇത് മുകളിലാണ് ജീവനക്കാർക്ക് താമസിക്കാനുള്ള താൽക്കാലിക സംവിധാനമുള്ളത്. അവർ 5 പേർ ഇവിടെ ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ അവർ അറിഞ്ഞില്ലെന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. അതിന് 3,60,000 രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗം വഴി കള്ളന്മാർ വന്ന് ഇവിടെ പൂട്ട് പൊളിച്ച് അകത്തേക്ക് കയറുകയായിരുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, തുടർച്ചയായ 2ാം ദിവസമാണ് പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടക്കുന്നത്. പൂന്തുറ ശാസ്താക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് രാത്രി പഞ്ചലോക വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടു. കള്ളന്മാർ ഇതുവഴി ചാടി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. ഒരു വന്നതും പോയതുമൊക്കെ ഇതുവഴി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഒരു ഒരു കുറച്ച് സ്ഥലം ചതുപ്പാണ്, അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അതുവഴി വന്നു അകത്ത് കയറി മോഷ്ടിച്ചു പോയി എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഏതായാലും ഇവിടെ കൃത്യമായി സ്ഥലത്തിൽ പൈസ വച്ചിരിക്കുന്നുവെന്ന് വ്യക്തമായി അറിയാവുന്ന ആളുകൾ, ഇന്നലെ ഇതിന്റെ ഉടമ ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹം സാധാരണ വന്നില്ലെങ്കിൽ അത്രയധികം പൈസ ഇവിടെ ഉണ്ടാകേണ്ടതല്ല. അദ്ദേഹം ആ പൈസ എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. ഈ ഓഫീസ് മുറിയിലാണ് എന്നാണ് പണം കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എത്ര രൂപ ഉണ്ടായിരുന്നു? 3,45,000 രൂപ. മുഴുവൻ ഇവിടെ നിന്നാണ് എടുത്തത്? ഇവിടെ നിന്നാണ് എല്ലാം നമ്മളിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഓഫീസ് റൂമിൽ എവിടെ ഇത് വെച്ചിരുന്ന ഡ്രോ ഉണ്ടോ? ഈ ഓഫീസ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പൈസയാണ് കൂടുതൽ നഷ്ടപ്പെട്ടത്. 3,40,000 രൂപ ഈ ഡ്രോ തുറന്ന് എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ വ്യക്തമായിരിക്കുന്നത്. ആ ഡ്രോ പോലീസ് നേരത്തെ ഇവിടെ പൂന്തുറ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും തുടർച്ചയായ 2ാം ദിവസവും പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. രഞ്ജിത്ത്, ഏതായാലും അമ്പലത്തറയിലെ SN വെജിറ്റബിൾസിലാണ് ഈ മോഷണം സംഭവിച്ചിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ്? ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചതിനായിരിക്കുമല്ലോ സ്വാഭാവികമായും. അപ്പം ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ആയുധങ്ങളുമായാണ് ഈ മോഷ്ടാക്കൾ എത്തിയത് എന്നുള്ളതാണ്. ഇതിന്റെ മുകളിൽ ജീവനക്കാരടക്കം താമസിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പണമുണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ആളുകൾ, മിക്ക ദിവസവും പണം ഇത് ഉടമ തന്നെ കൊണ്ടുപോകുമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. പണമുണ്ട് എന്ന് വ്യക്തമായി അറിയാവുന്ന ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അറിയാവുന്ന ആളുകൾ തന്നെ ആയിരിക്കും ഈ മോഷണത്തിന് പിന്നിൽ. അപ്പോൾ സ്വാഭാവികമായും പോലീസിന് അന്വേഷണം കുറച്ചുകൂടി എളുപ്പമാകും അല്ലേ അരുൺ? അങ്ങനെ തന്നെ കരുതാം. കഴിഞ്ഞ ദിവസം ഇവിടെ 2 പേർ രാത്രി വന്നതെന്ന് ജീവനക്കാർക്ക് തൊട്ടടുത്ത് പോയി. അതെ, ഈ മേഖലയിൽ 2 ആളുകൾ പുറത്തുകൂടി രാത്രി സംശയകരമായി നടന്നു പോകുന്നതൊക്കെ ആളുകൾ ഇതിന് പിൻവശത്തുകൂടി കണ്ടിരുന്നു. അത്തരം സംശയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായും ഈ സ്ഥലങ്ങളെല്ലാം, അതായത് പൈസ വയ്ക്കാനിടയുള്ള എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി പണം നോക്കിയിരുന്നു. അവിടെ നിന്ന് തന്നെ എടുക്കുകയും ചെയ്തിരുന്നു. ഈ പുറത്തെ കൗണ്ടറിലുമൊക്കെ 15,000 രൂപ അവിടെ സൂക്ഷിച്ചിരുന്നു, അതും എടുത്തിട്ടുണ്ട്. അതായത് പണം എവിടെയൊക്കെ വയ്ക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ അറിയാവുന്ന
ആളുകളാകണം, അല്ലെങ്കിൽ ഒരുപക്ഷെ സ്ഥിരമായി ഇവിടെ വന്നു പോകുന്ന ആളുകളാകണം. ഇവിടുത്തെ അകത്തേക്ക് കയറാനുള്ള രണ്ട് വശത്തും ചെറിയ വഴികളുണ്ട്, ഇടവഴികൾ പോലെയുണ്ട്. അതുവഴി കടന്നു വരാനൊക്കെ കൃത്യമായി ധാരണയുള്ള ആരോ ആകാം എന്ന നിഗമനമാണ് ഇപ്പോൾ ഈ കട ഉടമയ്ക്കും ഇവിടുത്തെ ജീവനക്കാർക്കും ഒക്കെ ഉള്ളത്. പോലീസും സ്വാഭാവികമായും ആ രീതിയിൽ അന്വേഷണം നടത്താൻ തന്നെയാണ് സാധ്യത. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. രാവിലെ പൂന്തുറ SI അടക്കമുള്ളവരുടെ വന്ന് പ്രാഥമിക പരിശോധന നടത്തി മടങ്ങിയിരുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും തുടർച്ചയായ രണ്ടാം ദിവസവും ഈ ഭാഗത്ത് മോഷണം നടക്കുന്നു. അത് നേരത്തെയും ഇവിടെ ആളുകൾ സംശയാസ്പദമായ രീതിയിൽ, സംശയമായ സാഹചര്യത്തിൽ ആളുകൾ വന്നുപോകുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതൊക്കെ ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. മഴയാണ്, മഴക്കാലമാണ്. രാത്രി സ്വാഭാവികമായും ആളുകൾ നല്ല ഉറക്കത്തിലാണ്. ചെറിയ ശബ്ദം കേട്ടാൽ ഉണരാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടാകില്ല. അതുകൊണ്ട് കൂടിയാകാം ഈ സമയം മോഷ്ടാക്കൾ തെരഞ്ഞെടുത്തതെന്ന് വേണം കരുതാൻ. രണ്ടാം ദിവസവും പൂന്തുറ സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടക്കുന്നു. ഇവിടെ നിന്ന് 3,60,000 രൂപയാണ് നഷ്ടമായിരിക്കുന്നത്. ഏതായാലും പോലീസ് അന്വേഷണത്തിൽ പ്രതികളിലേക്ക് എത്താനുള്ള തെളിവുകൾ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം കൃത്യമായി ഇവിടുന്ന് ചാക്കെടുത്തിട്ടുണ്ട്. അവിടെ കടന്നു വരുന്ന വഴിയിൽ ഈ ഇരുമ്പ് പൈപ്പ് എടുത്ത് വച്ചിട്ടുണ്ട്. അതിവിടെ കിടന്ന പൈപ്പാണ്, അവർ കൊണ്ടുവന്ന ആയുധമല്ല. അവർ അവിടെ തന്നെ കിടന്ന പൈപ്പ് എടുത്ത് അവിടെ സൈഡിൽ ചാരി വച്ചിരിക്കുകയായിരുന്നു. അത് സ്വാഭാവികമായി ആരെങ്കിലും വന്നാൽ, ജീവനക്കാരുടെ താമസിക്കുന്നത് അറിയാം, ആരെങ്കിലും വന്നാൽ ആക്രമിക്കാനായിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവർ കരുതുന്നത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മഴയുടെ വാർത്തകളിലേക്ക് ഒന്നുകൂടി പോകണം. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലേർട്ടുണ്ട്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയത്തും ഒപ്പം കോട്ടയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ദേവികുളം താലൂക്കിലും അവധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാറിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ള പ്രധാനപ്പെട്ട വിവരമുണ്ട്. മഴയും ശക്തമായ കാറ്റും തുടരുന്നുണ്ട് കോട്ടയത്തടക്കം. ശ്രീജിത്ത്, കോട്ടയത്ത് നിന്ന് അവധിയാണ്. മറ്റ് മഴയുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? മഴ തുടരുന്നുണ്ട് രഞ്ജിത്ത്. കഴിഞ്ഞ 2 ദിവസമായി തന്നെ കോട്ടയത്ത് മഴയുണ്ട്. അതിന്റെ ഒരു തുടർച്ച ഇന്നുമുണ്ട്. ഈ അവധി പുറത്തിറക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ തന്നെ ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടുന്നത് മഴ മാത്രമല്ല, അതിശക്തമായ കാറ്റിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി നടന്ന മഴയിൽ പ്രധാനമായും പലയിടങ്ങളിലും മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന കാഴ്ചയുണ്ട്. പലയിടത്തും വാഹനങ്ങൾക്ക് മുകളിലേക്കും മറ്റും മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൂടി ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഒരു അവധി പ്രഖ്യാപിക്കുകയാണ് ഇന്ന്. എന്തായാലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധിയുള്ളത്. എടുത്തു പറയേണ്ടത് ഈ MG യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മഴ തുടരുന്നുണ്ട്. പക്ഷേ ഒരു നദികളിലും ജലനിരപ്പ് മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും ഇന്ന് കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജിൽ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയും കാറ്റും തുടരുന്നുണ്ട്. ഒപ്പം ഈ നദികളിലെ ജലനിരപ്പ്, ഡാമുകളൊക്കെ ഇടുക്കിയിലും മറ്റും തുറന്നു വിടുന്നതായി ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ശ്രീജിത്ത്. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്. കോട്ടയത്ത് നദികളിലെ ജലനിരപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വലിയ കാലവർഷം ആദ്യം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ശരിക്കും കാലവർഷത്തിന്റെ വലിയ തോതിലുള്ള മഴ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. രഞ്ജിത്ത്, കാലവർഷ സമയത്ത് ഉണ്ടായിരുന്ന പോലെ ഒരു മഴയുടെ തുടർച്ച എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. ഏറ്റവും അവസാനം കാലവർഷം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പും സമാനമായ രീതിയിൽ മഴയുണ്ടായിരുന്നു. അന്ന് ജലനിരപ്പ് പലയിടത്തും ഉയരുന്ന സാധ്യതയുണ്ടായിരുന്നു. ഈരാറ്റുപേട്ട, പാല നഗരങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസത്തെ മഴ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല. എന്തായാലും നിലവിലും മഴ തുടരുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി അറിയിക്കുന്നത് ഒരു നദികളിലെയും ജലനിരപ്പ് മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും എത്തിയിട്ടില്ല. സ്വാഭാവികമായും ഉരുൾപൊട്ടൽ സാധ്യത മേഖല കൂടിയാണ് കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകൾ. അത് തീക്കോയി, അടുക്കം ഉൾപ്പെടെയുള്ള മേഖലകളൊപ്പം തന്നെ കൂട്ടിക്കൽ പോലുള്ള മേഖലകൾ, അവിടെയെല്ലാം ജാഗ്രത തുടരുന്നുണ്ട്. പക്ഷേ നിലവിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും കനത്ത ജാഗ്രത തുടരുകയാണ്. നിലവിൽ സാധാരണഗതിയിൽ റെഡ് അലർട്ടൊക്കെ എത്തുമ്പോഴാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കാറുള്ളത്. പക്ഷെ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ പലയിടത്തും ഈ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. അതുകൂടി ഒരു കരുതലായി എടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. പ്രിൻസ് ജെയിംസ് കൂടിയുണ്ട്. പ്രിൻസ്, ഇടുക്കിയിൽ ദേവികുളം താലൂക്കിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ എന്ന വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവിടെ കനത്ത മഴയും കാറ്റുമൊക്കെ പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയോര മേഖലയിലെ അവസ്ഥ എങ്ങനെയുണ്ട്?
സുജിത്ത്, തീർച്ചയായും അതിശക്തമായ മഴയാണ് ഹൈറേഞ്ചിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി പെയ്ത മഴയുടെ തുടർച്ച എന്നോണം ഇന്ന് പുലർച്ചെയും രാവിലേക്ക് യാതൊരു കുറവുമില്ലാത്ത രീതിയിൽ മഴ പെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് മൂന്നാർ മണ്ണിടിച്ചിലുണ്ടാകുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ MG കോളനിയിലുള്ള ആളുകളെയൊക്കെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുകയുണ്ടായി. മൂന്നാർ CSI ദേവാലയത്തിൽ സമീപത്താണ് ഇവർക്കായുള്ള ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കുന്നത്. ഒപ്പം ഈ മൂന്നാറിലെ സമീപ മേഖലകളിലൊക്കെ അപകടകരമായ സാഹചര്യങ്ങളിലൊക്കെ ഉള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മണ്ണിടിച്ചിൽ സാധ്യതയും ഉരുൾപൊട്ടൽ സാധ്യതയും ഒക്കെ ഏറെയുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ. മുൻ വർഷങ്ങളിലൊക്കെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായ ഒരു പ്രദേശങ്ങൾക്കൊക്കെ ഉള്ള ആളുകൾക്ക് മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടതൊക്കെ അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടം മാറും. എന്തായാലും വലിയ കനത്ത മഴ ഈ മേഖലയിൽ പെയ്യുകയാണ്. ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുന്നു. മലങ്കര, പാമ്പള, കല്ലാർകുട്ടി അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പൊന്മുടി, കല്ലാറ്, ഇരട്ടയാർ തുടങ്ങിയ ചെറുകിട അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുകയാണ്. അതോടെ ഇടുക്കി, മുല്ലപ്പെരി അടക്കമുള്ള പ്രധാന അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ മേഖലയിലൂടെയുള്ള യാത്രകൾ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. പല മേഖലകളിലും പല റോഡുകളിലും മരം ഒടിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ട്. ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ നെടുങ്കണ്ടം പുളിയൻമല റോഡിലും ഒപ്പം ചെറുതോണി കുളമാവിന് സമീപവുമൊക്കെ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ നെടുങ്കണ്ടം രാജാക്കാട് റോഡിൽ തിങ്ങൾക്കാടിന് സമീപവും മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ മണ്ണിടിച്ചിൽ സാധ്യതയും പല മേഖലകളിലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുന്നുണ്ട്. രഞ്ജിത്ത്, ശരി. ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ മൂന്നാർ കോളനിയിലെ കുടുംബങ്ങളെ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റി. പഴയ മൂന്നാർ CSI ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ CSI ഹാളിലെ ക്യാമ്പിലെത്തി കുടുംബങ്ങളും ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരുമായി സബ് കളക്ടർ ആശയവിനിമയം നടത്തി. കനത്ത മഴയിൽ കോതമംഗലം ഇലവം പറമ്പിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് കല്ലും മണ്ണും ഇടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുകയായിരുന്നു. കോതമംഗലത്ത് നിന്നും അഗ്നിരക്ഷാസേനയെത്തി മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. 18ാം ലോക്സഭയിലെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. കഴിഞ്ഞ തവണത്തെ സ്പീക്കർ ഓം ബിർളയെ തന്നെയാണ് BJP സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. NDA സഖ്യകക്ഷികളും അത് അംഗീകരിച്ചു. കൊടിക്കുന്നിൽ സുരേഷിനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. എന്നാൽ തങ്ങളുമായി ചർച്ച ചെയ്യാതെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന് തൃണമൂൽ കോൺഗ്രസ് പരാതിപ്പെട്ടു. രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, നിർണായകമായ ഒരു ദിവസമാണ് ലോക്സഭയിൽ ഇന്ന്. അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എങ്കിൽ പോലും ഒരു മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിക്കാൻ സാധിച്ചത് ഇന്ത്യ സഖ്യത്തിന് നേട്ടമാണ്. രഞ്ജിത്ത്, സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. പതിവില്ലാതെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നു എന്നാണ് പ്രത്യേകത. ഏതായാലും പിന്മാറ്റമില്ല എന്ന് ഇന്ത്യ സഖ്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 11 മണിക്കാണ് സഭ ചേരുക. നിലവിലെ സാഹചര്യത്തിൽ NDA സ്ഥാനാർത്ഥി ഓം ബിർള സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം NDAക്ക് 293 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഒപ്പം മറ്റു ചില പാർട്ടികളുടെ പിന്തുണയോടുകൂടി ലഭിച്ചേക്കാം ഓം ബിർളയ്ക്ക്. പ്രത്യേകിച്ച് YSR കോൺഗ്രസ് 4 അംഗങ്ങളുള്ള പാർട്ടിയാണ്. YSR കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡി NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 300-നടുത്ത അംഗങ്ങളുടെ പിന്തുണ NDAക്ക് ലഭിച്ചേക്കാം. ഇന്ത്യ സഖ്യത്തിൽ 236 അംഗങ്ങളാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. ഏതായാലും ഈ അംഗങ്ങളെയൊക്കെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് കൂടിയാലോചിച്ചില്ല എന്നൊരു പരാതി ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് കോൺഗ്രസ് പറയുന്ന കാരണം ഏറെ വൈകി മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുമൊരു അറിയിപ്പ് ലഭിച്ചത്. അതായത് രാവിലെ ചർച്ച നടത്തിയ ശേഷം രാജ്നാഥ് സിംഗ് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ. പിന്നീട് 11:30-ക്ക് ശേഷമാണ് ഇക്കാര്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചത്. അപ്പോൾ ആ സമയം സഭയിലുണ്ടായിരുന്ന നേതാക്കളൊക്കെ തന്നെയായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. NCP, ഒപ്പം തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗം, ശിവസേന തുടങ്ങിയ നേതാക്കളുമൊക്കെ തന്നെ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആ ഘട്ടത്തിൽ അവിടെ പാർട്ടി മീറ്റിംഗിലായിരുന്നു. അതുകൊണ്ട് തന്നെ നേതാക്കളെ കാണാൻ സാധിച്ചില്ല എന്നൊരു വിശദീകരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇന്ത്യ സഖ്യം വോട്ടെടുപ്പ് നടന്നാൽ തൃണമൂലിന്റെ അടക്കമുള്ള അവരുടെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷ ഏതായാലും കൊടിക്കുന്നിൽ സുരേഷ് അടക്കം ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ പങ്കുവെക്കുകയും ജയിക്കില്ല എന്ന് ഉറപ്പില്ലെങ്കിൽ പോലും സർക്കാരിന് മുന്നിൽ ഏകപക്ഷീയമായി കീഴടങ്ങില്ല എന്ന സന്ദേശം നൽകുകയാണ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിലൂടെ. പ്രത്യേകിച്ച് പ്രോട്ടേം സ്പീക്കറുടെ കാര്യത്തിൽ ആദ്യം
കീഴ്വഴക്കങ്ങൾ പാലിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും സമാനമായ രീതിയിൽ പ്രതിപക്ഷം നൽകുന്നതാണ് പതിവ്. പക്ഷേ മോദി സർക്കാരിന്റെ കാലത്ത് അതുണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണം എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മത്സരത്തിന് ഏതായാലും കളമൊരുങ്ങുന്നത്. 11 മണിക്കാണ് ഇന്ന് സഭ സമ്മേളിക്കുമ്പോഴാണ് പ്രോട്ടം സ്പീക്കറുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. രഞ്ജിത്ത്. രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിനായി നീക്കം ആരംഭിച്ച CBI ഇന്നലെ ജയിലിലെത്തി CBI കെജ്രിവാളിനെ ചോദ്യം ചെയ്തു. വിചാരണ കോടതി നൽകിയ ജാമ്യം ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തതിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സിം കാർഡുകളുടെ എണ്ണം നിയന്ത്രിക്കുന്ന പുതിയ ടെലികോം നയം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 9 സിം കാർഡുകളിൽ കൂടുതൽ ഉപയോഗിച്ചാൽ 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ ലഭിച്ചേക്കാം. ആദ്യ ചട്ടലംഘനത്തിന് 50,000 രൂപയും ആവർത്തിക്കും തോറും 2 ലക്ഷം രൂപയും പിഴ ഈടാക്കും. അനുമതിയില്ലാതെ മറ്റൊരാളുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് സിം എടുത്താൽ 3 വർഷം തടവോ 50 ലക്ഷം പിഴയോ രണ്ടും കൂടിയോ ആണ് ശിക്ഷ. നെല്ലു സംഭരണ വില ലഭിക്കാതായതോടെ കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങി പാലക്കാട്ടെ നെൽകർഷകർ. നടിയിൽ നടത്താൻ പണമില്ലാത്തതിനാൽ വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികളാണ് നശിപ്പിച്ചത്. ചാലുശ്ശേരിയിലാണ് സംഭവം. കൊയ്ത്ത് കഴിഞ്ഞിട്ട് മാസങ്ങളായി, സംഭരിച്ച നെല്ലിന് ഇപ്പോഴും പണം കിട്ടിയിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തെ കർഷകരുടെ പ്രതിഷേധം. ഇരു പാടശേഖരങ്ങളിലുമായി 20 ഏക്കറോളം കൃഷിയിടത്തിൽ വിരിപ്പ് കൃഷി ചെയ്യുന്നതിനു വേണ്ടി തയ്യാറാക്കിയ ഞാറ്റടികളാണ് പറിച്ചു നടാൻ പണമില്ലാത്തതിനാൽ വിഷം തളിച്ച് നശിപ്പിച്ചത്. വായ്പയെടുത്തും സ്വർണം പണയം വെച്ചും ഇറക്കിയ കൃഷിയിൽ നിന്ന് നെല്ല് സംഭരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ കർഷകർക്ക് പണം മാത്രം കിട്ടിയില്ല. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കിലോയ്ക്ക് 42 രൂപ നിരക്കിൽ വിത്ത് വാങ്ങി തയ്യാറാക്കിയ ഞാറ്റടികളാണ് നശിപ്പിച്ചത്. നെല്ല് സംഭരിച്ചിട്ടും പണം ലഭിക്കാത്തതിനാൽ വിരിപ്പ് കൃഷി ഉപേക്ഷിക്കുന്നതിനൊപ്പം വരും വർഷങ്ങളിൽ മുണ്ടകൻ കൃഷി വേണ്ടെന്ന് വെക്കാനാണ് കർഷകരുടെ തീരുമാനം. ചാലുശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി അതുപോലെ കോതമംഗലം അങ്ങനെ 20 ഏക്കറിൽ ഉള്ള ഞാറ്റടിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ എന്താണ് അവസ്ഥ വെച്ചാൽ കഴിഞ്ഞ മുണ്ടകൻ സീസണിൽ കൊണ്ടുപോയ നെല്ലിൻ്റെ പൈസ ഇനി കിട്ടാൻ കിടക്കുക. ഇനി ഇതിപ്പോൾ നട്ട് നമുക്കൊരു വളം ഇട്ട് വരണമെങ്കിൽ ഈ 20 ഏക്കർ കൃഷി ആക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പണം എന്ന് കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല. ബാങ്കിൽ പോയിട്ടായാലും മറ്റുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷിക്കുമ്പോൾ എന്നാണ് കിട്ടുക എന്നുള്ളതിന് ഒരു ഉറപ്പ്. ഇതിപ്പോൾ എനിക്ക് 22 ദിവസമായി. അപ്പോൾ നടാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലായതുകൊണ്ട് നമ്മൾ ഈ കൃഷി ഉപേക്ഷിക്കുകയാണ്. ഇതിപ്പോൾ ഈ വരമ്പിനടിക്കാൻ വെച്ചിട്ടുള്ള വാങ്ങിയിട്ടുള്ള കളനാശിനി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കൃഷി നമ്മൾ ഇത് ഞാറ് നശിപ്പിച്ച് കളയാണ്. അതൊരു കർഷകന്റെ ഗതികേട് കൊണ്ട് ചെയ്യണതാണ്. നെല്ല് സംഭരിച്ച വകയിൽ ലക്ഷങ്ങളാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. കൃഷിഭൂമി തരിശിടാതെ കൃഷി ഇറക്കണമെന്ന് സർക്കാർ പറയുമ്പോഴും കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭവും കാരണം കഴിഞ്ഞ മുണ്ടകൻ കൃഷി പ്രതിസന്ധിയിലായിരുന്നു. മേഖലയിൽ വളരെ കുറച്ച് കർഷകർ മാത്രമേ ഇപ്പോൾ വിരിപ്പ് കൃഷി ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ട സംവിധാനങ്ങൾ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ നെൽകൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പിടിവാശിയിൽ അംഗനവാടിയുടെ പ്രവർത്തനം താളം തെറ്റുന്നതായി ആരോപണം. കട്ടപ്പന TB ജംഗ്ഷനിലെ അംഗൻവാടിയുടെ പ്രവർത്തനത്തിനാണ് പ്രതിസന്ധി നേരിടുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്നും അംഗൻവാടി ഒഴിവാക്കാനുള്ള ശ്രമവും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതായും പരാതിയുണ്ട്. കട്ടപ്പന TB ജംഗ്ഷനിലെ 145 നമ്പർ അംഗനവാടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന PWD കെട്ടിടത്തിൽ നിന്നും മാറ്റാനുള്ള ശ്രമം പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നതായാണ് ആരോപണം. അങ്കണവാടിയുടെ വികസന പദ്ധതികൾക്കും PWD അധികൃതർ തടസ്സമാവുന്നതായാണ് പ്രധാന പരാതി. വൈദ്യുതിയും വെള്ളവും മുടങ്ങിയതിനെ തുടർന്ന് അങ്കണവാടി ജീവനക്കാർ MLAക്കും കളക്ടർക്കും നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ PWDക്കും നഗരസഭയ്ക്കും ഉത്തരവ് നൽകി. എന്നാൽ ഈ ഉത്തരവ് മറച്ചുവെച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി അധികൃതരും അങ്കണവാടി മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും മുനിസിപ്പാലിറ്റി വാടക കെട്ടിടം കണ്ടെത്തി നൽകിയില്ലെന്നും പരാതിയുണ്ട്. കറണ്ട് ഇവിടെ ലഭ്യമല്ലാത്തതിനാൽ അങ്കണവാടിയുടെ പ്രവർത്തനം കറണ്ടുള്ള ഒരു ബിൽഡിംഗിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് തന്നു. ആ കത്തിന് പ്രകാരം ഞാൻ വാടക ബിൽഡിങ്ങുകൾ അന്വേഷിക്കുമ്പോൾ 12,000 13,000 രൂപയാണ് ഒരു കെട്ടിടത്തിന്റെ വാടക പറയുന്നത്. നിലവിൽ നമുക്ക് 4,000 രൂപ മുതൽ 6,000 രൂപ വരെ സർക്കാരിൽ നിന്ന് ഫണ്ടുണ്ട്. അപ്പോൾ ബാക്കി പൈസ നമുക്ക് കൊടുക്കാനുള്ള മാർഗമില്ലാത്തതിനാൽ ഇവിടെ തന്നെ തുടരണമെന്നാവശ്യപ്പെട്ട് ഞാൻ ഗവൺമെന്റിലേക്കും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും പല പ്രാവശ്യം നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി.
മറ്റൊരിടത്തേക്ക് അംഗനവാടി മാറ്റിയാൽ ഈ മേഖലയിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. അംഗൻവാടിയിൽ കുട്ടികൾക്ക് വെള്ളം കിട്ടുന്നില്ല. വെള്ളത്തിന്റെ അവസ്ഥ മലിനമായിട്ടുള്ള ജലമാണ് കിട്ടുന്നത് കണ്ടു. നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും അധികാരികൾ അതിനുള്ള തീരുമാനം ഉണ്ടാക്കി തരണം. ടീച്ചറെ മാറ്റാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അവരിവിടുന്ന് ഈ ബിൽഡിംഗ് മാറ്റാനുള്ളൊരു തീരുമാനം അവരുടെ ഭാഗത്തുണ്ടെന്ന് തോന്നുന്നു. നമുക്കത് ബുദ്ധിമുട്ടുണ്ടല്ലോ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഇവിടെ തന്നെ അംഗനവാടിയുടെ പ്രവർത്തനം നിലനിർത്തുവാൻ കട്ടപ്പന നഗരസഭ ഇടപെടണമെന്നാണ് അംഗനവാടി ജീവനക്കാരും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കട്ടപ്പന. പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. 2ാം വർഷ വിദ്യാർത്ഥി വിഷ്ണുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിനേഷ് കുമാർ ചേരുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ദാരുണമായി സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വിനേഷ്, എന്താണ് സംഭവിച്ചത്? എന്താണ് പോലീസ് നൽകുന്ന വിവരം? രഞ്ജിത്ത്, 2ാം വർഷ വിദ്യാർത്ഥിയായ വിഷ്ണുവിനെയാണ് ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി തൂങ്ങി മരിച്ച നിലയിൽ സഹപാഠികൾ കണ്ടെത്തിയത്. സഹപാഠികൾ ഭക്ഷണം കഴിച്ച് തിരികെ വന്നപ്പോൾ വിഷ്ണു മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ വിഷ്ണുവിനെ കാണുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 2ാം വർഷ MBBS വിദ്യാർത്ഥിയാണ് വിഷ്ണു. ഇപ്പൊ മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായാണ് സഹപാഠികൾ പറയുന്നത്. എന്തായാലും പോലീസ് ഇതിൽ വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ സമരമൊക്കെ നടന്നതാണ് ഇവിടെ. അതായത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം താഴോട്ട് പോകുന്നു, പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ സർക്കാരിന്റെ അനാസ്ഥ തുടരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇവിടുത്തെ വിദ്യാർത്ഥികൾ സമരം നടത്തിയിരുന്നത് മെഡിക്കൽ കോളേജിൽ. എന്തായാലും ഇപ്പോൾ വിഷ്ണുവിന്റെ മരണത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളൊരു വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പോൾ ഈ പ്രാഥമിക നിഗമനം അനുസരിച്ച് മാത്രമാണ് ഇപ്പോൾ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുള്ളതായി പോലീസ് പറയുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഈ ദുഃഖകരമായ വാർത്തയോടുകൂടിയാണ് നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകേണ്ടി വരുന്നത്. ഒപ്പം മഴയുടെ കരുതൽ കൂടി വേണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മോർണിംഗ് വൈബ്സ് ഏതായാലും പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം, ഒരു മഴ ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.